ICDS സൂപ്പർവൈസർ ആസ്പിറൻസിന്റെ മോഡൽ എക്സാംസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മൊത്തം 10 മോഡൽ എക്സാംസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മോഡൽ എക്സാം കംപ്ലീറ്റ് ആയി. അതിന്റെ റിസൾട്ട്സ് നമ്മൾ അനലൈസ് ചെയ്തു. ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്താ പറയണ്ട, വിതിൻ അവർ ഗ്രൂപ്പ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യ പേപ്പറെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. അതിലെ ചില ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അതൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തിരഞ്ഞെടുക്കാനുണ്ടായ ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഏറ്റവും അധികം പേർക്ക് തെറ്റിപ്പോയ 25 ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, PSC എങ്ങനെയാണോ ആ ഒരു എക്സാം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരുന്നത് അതേ മോഡലിലാണ് നമ്മൾ ഈ വർഷവും ഈ ഒരു എക്സാം അല്ലെങ്കിൽ നമ്മൾ ഈ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 100 ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന അതേ ലാംഗ്വേജ് ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു ടോപ്പിക്കിൽ എന്തുമാത്രം ആഴത്തിൽ കഴിഞ്ഞ പരീക്ഷകളിൽ അവർ ഇറങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ നമ്മൾ ഇവിടെ അതിനെ ഒന്ന് മോക്ക് ചെയ്ത് മോഡൽ ചെയ്താണ് ഈ ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇതേ ക്രമത്തിലല്ല നിങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണുക, അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ അത് ഇതേ ക്രമത്തിലല്ല. ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ടോപ്പ് 25 ഇൻകറക്ട്ലി ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ഇൻ ഹൈഡേഴ്സ് ആട്രിബ്യൂഷൻ തിയറി, അപ്പോൾ ഇത് ഹൈഡറിന്റെ ആട്രിബ്യൂഷൻ തിയറിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് എ ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ റെഫർ ടു? അപ്പൊ ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് അത് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ശരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഇതിന് നമുക്ക് 4 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഹൈഡറിന്റെ ആട്രിബ്യൂഷൻ തിയറി, ഫ്രിറ്റ്സ് ഹൈഡർ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കും പേര്. 1958 ഈ ഒരു തിയറി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഈ തിയറിയിലൂടെ ശരിക്കും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത് വ്യക്തികൾ, അതായത് ഹൗ ഇൻഡിവിജ്വൽസ് എക്സ്പ്ലെയിൻ അതേഴ്സ് ബിഹേവിയേഴ്സ്. അപ്പൊ ഓരോ വ്യക്തികൾ മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ചില ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അവിടെയാണ് നമ്മൾ ഈ എന്താ പറയേണ്ടത്, ചില ഫാക്ടേഴ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഇന്റേണൽ ആയിട്ടുമുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സിനെയാണ് ഈ ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്പൊസിഷണൽ ആസ്പെക്ട്സ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ടുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി അങ്ങനെ പെരുമാറാനുണ്ടായ സാഹചര്യത്തിനെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് അവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പൊസിഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് റെഫേഴ്സ് ടു ഇന്റർപ്രറ്റിംഗ് ബിഹേവിയർ ബേസ്ഡ് ഓൺ പേഴ്സണൽ ട്രെയ്റ്റ്സ്. അപ്പൊ ബിഹേവിയറിനെ, ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ മറ്റ് വ്യക്തികൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ ട്രെയ്റ്റ്സ്, ആ വ്യക്തിയുടെ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷൻസ് അനുസരിച്ചാണ്. അതാണ് ഡിസ്പൊസിഷണൽ ഓർ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, അവിടെ ഒരു മീറ്റിംഗ് ഒരു ദിവസം നടക്കുന്നു. ആ ഒരു മീറ്റിങ്ങിൽ ഒരു വ്യക്തി ലേറ്റായിട്ട് വന്നു. അപ്പോൾ ലേറ്റായിട്ട് വന്നപ്പോൾ പല രീതിയിൽ നമ്മൾ ആ വ്യക്തി വന്ന ലേറ്റ് ആയതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ വൺ മൈറ്റ് തിങ്ക് അത് വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എന്ന് ചിന്തിക്കാം. ഒരു തരത്തിലുള്ള അടുക്കും ചിട്ടയില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടല്ലേ അവിടെ ലേറ്റ് ആയിട്ട് വന്നത് എന്നുള്ളത്. സത്യത്തിൽ ഒരു പക്ഷേ ട്രാഫിക്കിൽ ബ്ലോക്ക് ആയി പോയതാകാം, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഒരു എന്താ പറയണ്ടേ ഒരു ആക്സിഡന്റ് ഉണ്ടായി, വണ്ടി വഴിയിൽ ബ്ലോക്കായി, അല്ലെങ്കിൽ ഒരു വണ്ടി കേടായി റോഡിന്റെ നടുക്ക് വീണ് ബ്ലോക്കായി പോയി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ നോക്ക്, ആ മറ്റതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് വാഹനം കേടായി, ബ്ലോക്കായി, മഴ പെയ്തു, അത് കാരണം വരാൻ പറ്റില്ല, അതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണലിൽ കൊണ്ടുപോയി ആട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണ്, ആ വ്യക്തിയുടെ ഇന്റേണൽ ഫാക്ടേഴ്സിലേക്ക് നമ്മൾ കടക്കും. അത് ലേറ്റ് ആയിട്ട് വന്ന് വളരെയധികം എന്താ പറയേണ്ടത്, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള, ഒരടുക്കും ചിട്ടയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്നത്.
അതാണ് ശരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ. അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എടുക്കാം. അപ്പോഴേതാണ് ഇതിന്റെ ഉത്തരം? നിങ്ങൾ നോക്കിയേ. ഓപ്ഷൻ എ, an explanation based on internal characteristics, an explanation based on societal expectations, a decision influenced by environmental factors, an assessment of personality based on group membership. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത്. ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ അല്ലേ? അപ്പൊ ഇവിടെ ആ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. അപ്പം മറ്റ് ഓപ്ഷൻസ് ബിയും സിയും ഡിയും ഇവിടെ ഇൻകറക്റ്റ് ആണ് അല്ലെ? അപ്പൊ സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. സമൂഹത്തിന്റെ പ്രതീക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാ. അത് ഡിസ്പൊസിഷണൽ അല്ലെങ്കിൽ ഇന്റേണൽ അല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ സിയിൽ പറയുന്ന എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, അതും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അല്ലേ? ആ ഒരു സിറ്റുവേഷനെ ചുറ്റിപ്പറ്റി വരുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ, ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോഴോ, അതും ശരിക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ആ വ്യക്തിയുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ല അവിടെ വരുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ മനസ്സിലായല്ലോ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഏറ്റവും അധികം പേര് തെറ്റിച്ച രണ്ടാമത്തെ ചോദ്യം ഇതാണ്. Which educational approach emphasizes learning through child-led play and exploration? നോക്കാം, നമ്മുടെ സിലബസ് മാറി വന്ന സമയത്ത് ശരിക്കും ഈ പ്ലേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് അതിനകത്ത് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി ആ ഒരു പ്ലേ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ആ ഒരു എന്താ പറയേണ്ടത്, പ്രീ പ്രൈമറിയിലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. പക്ഷെ നോക്ക്, പ്ലേ എന്ന് പറയുന്നത് ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളൊക്കെ നമുക്കൊരു ചോദ്യമായിട്ട് വരാം. പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്സിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പുതിയ ടോപ്പിക്സിന് നമുക്കൊരു PYQ പോലും ഇല്ല, എങ്ങനെ അതിൽ ചോദ്യം വരും എന്ന് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് അല്ലെ? സിലബസ് ഒരുപാടധികം മാറി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തവണ ഇതിന്റെ സിലബസ് മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? മോണ്ടിസറി മെത്തേഡ് ഉണ്ട്, വാൾഡോഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, റെജിയോ എമീലിയ അപ്രോച്ച് ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഇവിടെ ഉള്ളത്. ഇവിടെ ശരിക്കും എന്താ പറയേണ്ടത്, ഈ ഓരോ മെത്തേഡ്സും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഈ റെജിയോ എമീലിയോ ഓപ്ഷൻ എയിൽ കാണുന്ന മെത്തേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് കുട്ടികളുടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ്. അവർ തന്നെ സ്വയം അവർ പഠിക്കുന്നു, അതാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി മോണ്ടിസറി മെത്തേഡ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ചൈൽഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ലേണിംഗ് ത്രൂ സ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ മരിയ മോണ്ടിസറിയുടെ മെത്തേഡ്സിൽ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അവരെ എന്താ പറയേണ്ടത്, ശരിക്കും ഒരു മേശയിൽ ഇരുന്ന് പാലിക്കേണ്ട, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പോലും അവർ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മോണ്ടിസറിയുടെ മെത്തേഡ്സ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് കുട്ടിയുടെ ഇൻഡിപെൻഡൻസ്. അപ്പൊ എങ്ങനെ കുട്ടിക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുക? ത്രൂ ലേണിംഗ്. ആൻഡ് ഈ ലേണിംഗ് എങ്ങനെയായിരിക്കണം നടക്കേണ്ടത്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ ഇത് നടക്കണം. എന്താ പറയേണ്ടത്, അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേൾഡ് ഓഫ് എഡ്യൂക്കേഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അവിടെ വരുന്ന എംഫസിസ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഇതിനകത്തൊക്കെ പ്ലേ വരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒന്ന് പ്രധാന ഘടകം അല്ലെങ്കിൽ സെൻട്രൽ പില്ലർ എന്ന് പറയുന്നത് പ്ലേ അല്ല. അപ്പോൾ വേൾഡ് ഓഫിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ ശരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്, ഇമാജിനേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് വരിക, ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ബിൽഡ് ചെയ്തുകൊണ്ട്. പിന്നെ ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് എപ്പോഴും ടീച്ചേഴ്സ് സെന്റേർഡ് മെത്തേഡ് തന്നെയായിരിക്കും. അവിടെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ചൈൽഡ് ലെഡ് എക്സ്പ്ലോറേഷൻ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും അവിടെ ഇല്ല. കുട്ടികൾക്ക് സ്വയം ഒന്നും ചെയ്യാനുള്ള ആ ഒരു ഇതില്ല. ടീച്ചർ പറയുന്നത് മാത്രമാണ് ട്രഡീഷണൽ മെത്തേഡ്സിൽ അവിടെ ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് നമുക്കിനി ആ ഒരു റെജിയോ എമീലിയോ അപ്രോച്ചിലേക്ക് നമ്മളൊന്ന് വരികയാണെങ്കിൽ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ പറഞ്ഞു കുട്ടികളുടെ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ് ശരിക്കും ഇതിനകത്ത് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ചോദ്യത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, ചൈൽഡ് ലെഡ് പ്ലേ, അതോടൊപ്പം തന്നെ എക്സ്പ്ലോറേഷനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്.
അപ്പൊ ഈ ഒരു മെത്തേഡ് ഒറിജിനേറ്റ് ചെയ്തത് ഇറ്റലിയിലാണ്. വേൾഡ് വാർ 2 ശേഷം ഒറിജിനേറ്റ് ചെയ്ത ഒരു മെത്തേഡാണ്. അപ്പൊ ഈ മെത്തേഡ് പ്രധാനമായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്, ആൻഡ് ഓൾസോ എക്സ്പ്രസ് ദെംസെൽവ്സ് ത്രൂ വേരിയസ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച്, പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് കുട്ടികൾ അവരെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ആ മെത്തേഡ്സ് ഒക്കെ, അല്ലെങ്കിൽ അതാണ് അതിന്റെ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്? ടീച്ചർ ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ, അതായത് ട്രഡീഷണൽ മെത്തേഡ്സിൽ നടക്കുന്നത് പോലെ ടീച്ചറിന് അവിടെ ആ ഒരു എന്താ പറയേണ്ടത്, ടീച്ചർക്കാണ് ക്ലാസ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ടീച്ചർ അല്ല ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു കൊടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ എൻവയൺമെന്റ്, ആ ക്ലാസ് നടക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിനും ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് കുട്ടികൾ എൻഗേജ് ചെയ്യുക ആൻഡ് ഓട്ടോണമസ്ലി പഠിക്കുക, ഓട്ടോണമസ്ലി തനിയെ അവർക്ക് പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ അത് ചൈൽഡ് ലെഡ് പ്ലേ, കുട്ടികൾ തന്നെ ലീഡ് ചെയ്യുന്ന പലതരത്തിലുള്ള ഗെയിംസ്, ആ ഗെയിംസിലൂടെ അവർ പഠിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. Now let's look at question number 3. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. Which neurotransmitter is primarily involved in maintaining sustained attention? അപ്പോൾ സസ്റ്റെയിൻഡ് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ന്യൂറോ ട്രാൻസ്മിറ്ററിനാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പം ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ഡോപ്പമിൻ, ഓപ്ഷൻ ബി സെറോട്ടോണിൻ, ഓപ്ഷൻ സി നോറഡ്രിനാലിൻ ആൻഡ് ഓപ്ഷൻ ഡി അസറ്റൈൽ കൊളൈൻ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റോൾ എന്താണ്? അറ്റൻഷനിൽ അവർക്ക് റോൾ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് പല റോളുണ്ട്, പക്ഷെ ഇവിടെ അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന, സസ്റ്റെയിൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലേ, അതിൽ എന്താണ് ഇതിന്റെ റോൾ എന്ന് നമുക്ക് നോക്കേണ്ടത്. ഓൾറൈറ്റ്, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കാണും. ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിന്റെ ആൻസർ. അസറ്റൈൽ കൊളൈൻ ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് നോക്കാം. ഈ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നത് ഈ സസ്റ്റെയിൻഡ് അറ്റൻഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന്, കൺട്രോൾ ചെയ്യുന്നതിന്, അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു കൊഗ്നറ്റീവ് ഫോക്കസ് വേണ്ടി വരുന്ന ആക്ടിവിറ്റീസിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. And it is very closely tied to the brain's ability to maintain attention. കുറേ നേരത്തേക്ക് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്മിറ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് ബിക്കംസ് ദ കറക്റ്റ് ആൻസർ, അസറ്റൈൽ കൊളൈൻ. ഓക്കെ, ഇനി ഡോപ്പമിന്റെ ഉപയോഗം എന്താണ്? ഡോപ്പമിൻ ശരിക്കും ആ ഒരു റിവാർഡ് ബേസ്ഡ് അറ്റൻഷനിലാണ് ഡോപ്പമിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ബ്രെയിൻ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് us to focus on those stimulus associated with rewards and positive outcomes. റിവാർഡ്സും പോസിറ്റീവ് ഔട്ട്കംസും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ സ്റ്റിമുലസുമായിട്ട് അത് എന്താ പറയേണ്ടത്, ആ സ്റ്റിമുലസിലേക്കുള്ള അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണിത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും ആ ഒരു സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഓവർ പ്രൊലോങ്ഡ് പീരിയഡ്, അതാണല്ലോ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതിനേക്കാളും പ്രധാനപ്പെട്ടത് എന്താ? നമുക്ക് റിവാർഡ്സും പോസിറ്റീവ് ഔട്ട്കംസും ആയിട്ടുള്ള ഒരു ഫോക്കസ് ആണ്. ഇനി സെറോട്ടോണിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ എന്താ പറയേണ്ടത്? ഇത് അറ്റൻഷനുമായിട്ട് ഒരു പ്രൈമറി ബന്ധം സെറോട്ടോണിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് റെഗുലേഷൻ, ഇമോഷണൽ പ്രോസസ്സിങ് ആൻഡ് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾസിലും ഇതിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ്, നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ, ഓക്കെ, അങ്ങനെയുള്ള ഫങ്ഷൻസിലാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇനി നോറഡ്രിനാലിൻ, ഓക്കെ, ഇത് നമുക്ക് ആ ഒരു അലേർട്ട്നെസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അലേർട്ട് ആയിരിക്കുക അതിന് വേണ്ടിയിട്ടും, ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് us വിത്ത് റാപ്പിഡ് റെസ്പോൺസസ്. പുതിയ സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് നമുക്ക് അനുഭവപ്പെടുമ്പോൾ പെട്ടെന്നൊരു റെസ്പോൺസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെയാണ് നോറഡ്രിനാലിന്റെ ആ ഒരു ഉപയോഗം അവിടെയാണ് ശരിക്കും അവിടെ വരുന്നത്.
അപ്പൊ നമുക്ക് എന്താ പറയേണ്ടത്, ഒരു അറ്റൻഷണൽ അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു സസ്റ്റെയിൻഡ് അറ്റൻഷൻ അല്ല, സഡൻലി പെട്ടെന്ന് നമുക്ക് നേരെ ഒരു അറ്റാക്ക് വരുന്നത്, അതിന് നമ്മൾ എങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കണം, നമുക്ക് ചിന്തിക്കാനോ നമ്മൾ പഠിച്ചിട്ടുള്ള കരാട്ടെ, കളരി ഇതൊക്കെ പുറത്തെടുക്കാനുള്ള സമയം എന്താ പറയേണ്ടത്, വേഗത്തിൽ ഏത് പുറത്തെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അഡ്രിനാലിൻ, അതും നോർ അഡ്രിനാലിൻ ആണ് അതിന്റെ ജോലി. ഓക്കെ, let's move on to, അപ്പൊ ഇത് acetylcholine ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. Let's move on to number 4. In social action, which of the following strategies is considered the most confrontational? Confrontational എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം? I have to confront a situation. I have to confront my enemies. ഓക്കെ, അപ്പൊ കൺഫ്രണ്ട് നേരിടേണ്ടി വരുന്നത്, നേരിടുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിന്റെ അർത്ഥം അങ്ങനെ നമുക്ക് കാണാം. അപ്പൊ സോഷ്യൽ ആക്ഷനില് ഏത് സ്ട്രാറ്റജി, ഇവിടെ കൊടുത്തേക്കുന്ന 4 സ്ട്രാറ്റജീസ് ആണ്. ഈ സ്ട്രാറ്റജീസിൽ ഏത് സ്ട്രാറ്റജിയാണ് എന്താ പറയേണ്ടത് മോസ്റ്റ് കൺഫ്രണ്ടേഷണൽ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? നെഗോസിയേഷൻ ആണോ, ഡിസ്റപ്ഷൻ ആണോ, മീഡിയേഷൻ ആണോ, കൊളാബറേഷൻ ആണോ? അപ്പോ ഇവിടെ നമ്മളിപ്പം നെഗോസിയേഷൻ നോക്കുകയാണെങ്കിൽ, നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നെഗോസിയേഷൻ. വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ ഒരു വിലപേശൽ എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ എന്താ പറയേണ്ടത്, സാധാരണ നമ്മളൊരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങാനായിട്ട് നമ്മൾ വില പേശുന്നത് പോലും ഒരു നെഗോസിയേഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് വഴക്കിട്ടിട്ടല്ലല്ലോ ആ ഒരു നെഗോസിയേഷൻ നടത്തുന്നത്, കൺഫ്രണ്ടേഷണൽ മൂഡിലല്ലല്ലോ ആ ഒരു നെഗോസിയേഷൻ നടത്തുന്നത്, ഒരു വളരെ ഫ്രണ്ട്ലി മൂഡിലല്ലേ. അപ്പോൾ വളരെ എന്താ പറയേണ്ടത് പീസ്ഫുൾ ആയിട്ട് ഒരു മ്യൂച്വൽ സൊല്യൂഷൻ. അവർ 100 രൂപ പറഞ്ഞ്, ഞാൻ 80 രൂപ പറഞ്ഞു, അവർ പിന്നെ എന്താ പറയേണ്ടത് 95 പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് സെറ്റിൽ ചെയ്യാതെ ഒരു 90 രൂപയ്ക്ക് കൂടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞങ്ങ് സോൾവ് ചെയ്യത്തില്ലേ, അതാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്, സിമ്പിൾ വേർഡ്സ്. ഇനി ഡിസ്റപ്ഷൻ എന്ന് പറയുമ്പോഴെന്താണ്, ഡിസ്റപ്ഷനില് പലപ്പോഴും ചില ടാക്ടിക്സ് നമ്മൾ ഉപയോഗിക്കാൻ, ചിലപ്പോൾ പ്രൊട്ടസ്റ്റ് ഉപയോഗിക്കും, ചിലപ്പം സ്ട്രൈക്ക് ഉപയോഗിക്കും, ഇനി അതുമല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയി കുത്തിയിരിപ്പ് സമരം നമ്മൾ നടത്തും അല്ലേ, ഇതൊക്കെ അതിനകത്ത് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം കൺഫ്രണ്ടേഷണൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷനിലെ. ഇതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡിസ്റപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ മീഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മീഡിയേഷൻ എന്ന് പറയുമ്പം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അവിടെ കാണും. ഇപ്പം ഞാനും എന്താ പറയേണ്ടത്, ഞാനും എൻ്റെ അനിയനുമായിട്ട് എനിക്കൊരു തർക്കം, അപ്പോൾ എൻ്റെ സഹോദരി അവിടെ വരുന്ന ഈ ഒരു തർക്കം ഇല്ലാതെയാക്കാനായിട്ട്. അപ്പൊ സഹോദരിക്ക് 2 പേരെടുത്തും ഒരേ താല്പര്യമാണ്, എൻ്റെ അടുത്ത് കൂടുതൽ താല്പര്യം, അനിയൻ്റെ അടുത്ത് കൂടുതൽ താല്പര്യം, അങ്ങനെയൊന്നുമില്ല. അപ്പൊ സഹോദരി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നു, അതാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയേഷനിൽ ഈ കൺഫ്രണ്ടേഷണൽ, ആ നേരിടേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി കൊളാബറേഷൻ എന്ന് പറയുമ്പോഴോ, കൊളാബറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എഗെയിൻ വർക്കിംഗ് ടുഗെദർ ആണ്, ഒരുമിച്ച് വർക്ക് ചെയ്ത് ആ ഒരു ജോലി നമ്മൾ തീർപ്പാക്കുന്നത്. ഇപ്പൊ കൊളാബറേഷനിൽ വർക്ക് ചെയ്യുമ്പം എല്ലാവർക്കും ഒരേ ഗോൾ ആയിരിക്കും. നെഗോസിയേഷനിൽ എന്ന് പറയുമ്പം ഞാനിപ്പം മറ്റൊരു വ്യക്തിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഗോൾ ഉണ്ട്, നമ്മുടെ കടക്കാരന് 100 രൂപ വാങ്ങണമെന്നാണ് ഗോള്, എൻ്റെ ഗോൾ അത് 80 രൂപയ്ക്ക് വാങ്ങണമെന്നാ, 2 പേർക്കും ഒരു ഗോൾ ഉണ്ട് അല്ലേ. ഇപ്പൊ ഡിസ്റപ്ഷൻ എന്ന് പറയുമ്പോഴും 2 പേർക്കും 2 വ്യത്യസ്തമായ ഗോൾസ് അവിടെയുണ്ട്. എന്നാൽ ഞാൻ കുറച്ച് ബലം പ്രയോഗിച്ച് ഞാൻ എന്താ പറയണ്ടേ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളത്, അതാണ് ആ ഒരു ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അധികം കൺഫ്രണ്ടേഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജി സോഷ്യൽ ആക്ഷനിൽ ഇറ്റ് ഈസ് ഡിസ്റപ്ഷൻ, അത് പ്രത്യേകം ഓർത്തു വെച്ചു. Now, going on to question 5. Which of the following is a non-parametric statistical test commonly used in social research? സോഷ്യൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ടി ടെസ്റ്റ്, അനോവ, ആൻ വിറ്റ്നി യു ടെസ്റ്റ് ആൻഡ് പിയർസൺ കോറിലേഷൻ. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ചോദ്യം. അപ്പോ ടി ടെസ്റ്റ് എന്താണ്? ടി ടെസ്റ്റ് ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, ആ ടി ടെസ്റ്റ് നടത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ ഉണ്ടാകണം എന്നുള്ളത്.
ഓക്കെ, എങ്കിലും നമുക്ക് ടി ടെസ്റ്റ് നടത്തിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അതൊരു പാരാമെട്രിക് ടെസ്റ്റാണ്. ഇനി അനോവ എന്ന് പറയുന്നതോ അതും ഒരു മറ്റ് തരത്തിലെ ഒരു പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 അതിലധികമോ ഗ്രൂപ്പുകൾ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ അനോവ എന്ന് പറയുന്നത്. ഇനി ഈ മാൻ വിറ്റ്നി യു ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസസ് ഒക്കെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ എടുത്തിട്ട് അവരുടെ ഡിഫറൻസസ് നമുക്ക് കമ്പയർ ചെയ്യുക. അപ്പൊ ഇവിടെ ഡേറ്റയ്ക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മാൻ വിറ്റ്നി യു ടെസ്റ്റിനകത്ത് അത് എന്താ പറയേണ്ടത്, എല്ലാ വാല്യൂസിനും ഒരു റാങ്ക് അവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഒരു അസസ്മെന്റ് നടത്തുന്ന whether one group tends to have a higher or a lower rank. അപ്പൊ ഇവിടെ ആ ഒരു റാങ്ക് വെച്ചിട്ട് ആ റാങ്കിലേക്കാണ് താരതമ്യപ്പെടുത്തുന്നത്. ഈ ഗ്രൂപ്പ് ആ റാങ്കിലേക്ക് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ആ താഴത്തെ റാങ്കിലേക്കാണോ പോകുന്നത്, അങ്ങനെ നോക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറെ കൂടെ എന്താ ഒരു ഓർഡിനൽ ഡേറ്റ അല്ലെങ്കിൽ ചെറിയ സാമ്പിൾ സൈസസിനൊക്കെ നമുക്ക് ഈ മാൻ വിറ്റ്നി ടെസ്റ്റ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ. ഈ ഒരു പിയേഴ്സൺ കോറിലേഷൻ എന്ന് പറയുമ്പോഴോ അത് മെഷർ ചെയ്യുന്നത് ആ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. 2 വേരിയബിൾസ് തങ്ങളിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിയേഴ്സൺ കോറിലേഷൻ ശരിക്കും ഉപയോഗിക്കുന്നത്. അതും പാരാമെട്രിക് ആണ്. ആൻഡ് അവിടെ ഒരു നോർമാലിറ്റിയുടെ അസംഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇതിന്റെ കറക്റ്റ് ആൻസർ. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാൻ വിറ്റ്നി യു ടെസ്റ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. What is the primary influence on a child's ability to acquire height and weight? ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും. ഓക്കെ, ഒരുപാട് ഘടകങ്ങൾ നമുക്കറിയാം. കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഹൈറ്റിനെയും വെയിറ്റിനെയും സ്വാധീനിക്കുന്ന ഒരുപാടധികം ഘടകങ്ങൾ ഉണ്ട് എന്നറിയാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, ന്യൂട്രീഷണൽ ഇൻടേക്ക് ഉണ്ട്, ജനറ്റിക് എൻവയൺമെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതികളായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്, അല്ലെ? അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 4 ഫാക്ടേഴ്സും ഹൈറ്റും വെയിറ്റിനെയും സ്വാധീനിക്കുന്നു, അല്ലെ? ഹൈറ്റ് കൂടുന്നതിനെയും വെയിറ്റ് കൂടുന്നതിനെയും ഹെറിഡിറ്ററി സ്വാധീനിക്കും, ന്യൂട്രീഷണൽ സ്വാധീനിക്കും, ജനറ്റിക് എൻവയൺമെന്റ് ഇന്ററാക്ഷൻ അത് സ്വാധീനിക്കും, ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതും സ്വാധീനിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും അനുയോജ്യമായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. അപ്പൊ ഇവിടെ ജനറ്റിക് വരുന്നുണ്ട്, ജനറ്റിക്കിനകത്ത് ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് വരുന്നു. ഇനി എൻവയൺമെന്റ് എടുത്താൽ അതിനകത്ത് ന്യൂട്രീഷണൽ ഇൻടേക്കും വരും, ഫിസിക്കൽ ആക്ടിവിറ്റീസും വരും. അപ്പൊ അതുകൊണ്ടാണ് ജനറ്റിക് എൻവയൺമെന്റിന്റെ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഘടകങ്ങളാണ്, ഒരു ഘടകങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് പറയാം, അല്ലെ? അപ്പൊ അതിനകത്ത് ജനറ്റിക്സും വരുന്നുണ്ട്, എൻവയൺമെന്റൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. അപ്പൊ ജനറ്റിക്സ് ശരിക്കും ഇവിടെ ഒരു സാധ്യതയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെ? ഒരു പൊട്ടൻഷ്യൽ ആണ് ജനറ്റിക്സ് ശരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പം എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്? ന്യൂട്രീഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതൊക്കെയാണ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഫുള്ളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ജനറ്റിക്സ് സെറ്റ് ചെയ്യുന്ന സാധ്യതയുണ്ടല്ലോ, ഹൈറ്റ് കൂടാൻ വെയിറ്റ് കൂടാൻ ഉള്ള സാധ്യത, ആ സാധ്യതയെ നമുക്ക് ഒരു എന്താ പറയേണ്ടത്, അതിനെ ട്രൂ ആക്കി എടുക്കാം എന്നുള്ളതാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ വേണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെറിഡിറ്ററി മാത്രം നമ്മൾ നോക്കിയാൽ, ഇതിൽ ഓപ്ഷൻസ് അങ്ങനെയാണ് വന്നേക്കുന്നത്, ഹെറിഡിറ്ററി സ്വാധീനിക്കും, പക്ഷേ ഹെറിഡിറ്ററി മാത്രം നമ്മൾ എടുത്താൽ അത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും കൂടുന്നത്. അതേപോലെ ന്യൂട്രീഷണൽ ഇൻടേക്ക് പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അത് മാത്രം പോരാ, അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ജനറ്റിക്കിന്റെ ഇൻവോൾവ്മെന്റും കൂടെ അവിടെ വേണം എന്നുള്ളതാണ്. ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ശരിക്കും മസിൽ ഡെവലപ്മെന്റിനെ അത് ഒത്തിരിയധികം സഹായിക്കും എന്നുള്ളത്, പക്ഷേ അതും ഇറ്റ് ഈസ് ഓൾസോ സെക്കൻഡറി ടു ജനറ്റിക് ആൻഡ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. പ്രധാനപ്പെട്ടത് ജനറ്റിക് ആൻഡ് എൻവയൺമെന്റൽ ഇന്ററാക്ഷനാണ്.
അപ്പൊ ഇവിടെ വാട്ട് ഇസ് ദ പ്രൈമറി ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. കാരണം ഇത് 4 ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പക്ഷേ പ്രൈമറി ആയിട്ട് ഓപ്ഷൻ സി ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് വന്നെത്തേണ്ടത്, ഇതേ കണക്കുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നമ്പർ 7. Which of the following is a key responsibility of supervision in preschool management? പ്രീസ്കൂൾ മാനേജ്മെന്റ്, അതിനകത്ത് സൂപ്പർവൈസേഴ്സിന്റെ റോളുണ്ട് അല്ലേ, അതേപോലെ മാനേജ്മെന്റിന്റെ റോളുണ്ട്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോ എന്താ പറയേണ്ടത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ റെസ്പോൺസിബിലിറ്റി, ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി, സൂപ്പർവിഷന്റെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിരിക്കുന്ന ഇവിടെ? ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, ആ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തീരുമാനിക്കുന്നതാണ് ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്. ക്ലാസ് റൂം ഒബ്സർവേഷൻ, ഓക്കെ, അപ്പം സൂപ്പർവൈസർ ക്ലാസ് റൂമിൽ പോയി ഒബ്സർവ് ചെയ്യണം. ആൻഡ് സെക്യൂറിങ് ഫണ്ടിങ്, അപ്പൊ ഈ ബഡ്ജറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫണ്ട്സ് ശേഖരണമാണ് അടുത്തത് വരുന്നത്. അത് ഫീസിലൂടെ ആകാം, ഗവൺമെന്റ് ഫണ്ട്സിലൂടെ ആകാം. അപ്പം നിങ്ങളുടെ ICDSനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഗവൺമെന്റ് ഫണ്ട്സ് തന്നെയാണ് അല്ലെ. ആൻഡ് ദെൻ കരിക്കുലം പ്ലാനിങ്. ഇങ്ങനെ 4 ഡിഫറെന്റ് ഫങ്ഷൻസ്, ഇത് 4ഉം പ്രീ സ്കൂളിലുള്ള ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു സൂപ്പർവൈസറിന്റെ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് റൂം ഒബ്സർവേഷൻ ആണ് ഈ 4 എണ്ണത്തില് ഒരു കീ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ സൂപ്പർവൈസർ ആരാണ്? ICDS സൂപ്പർവൈസർ ആണ് ഈ പറയുന്ന സൂപ്പർവൈസർ കേട്ടോ, അത് മനസ്സിൽ നിന്ന് വിട്ടുപോകരുത് കേട്ടോ. അപ്പോ ഈ സൂപ്പർവൈസർ ടീച്ചിങ് പ്രാക്ടീസസ്, അതായത് ആ ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ തരം ടീച്ചിങ് മെത്തേഡ്സ് അവിടെ ഉപയോഗിക്കുന്നോ അത് ആ കരിക്കുലവുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ കരിക്കുലത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പൊ റെഗുലർ ആയിട്ടുള്ള ഒബ്സർവേഷൻ നടത്തണം. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ആ ഒരു ടീച്ചറുടെ ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തോ ഒക്കെ വരേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ആ സൂപ്പർവൈസർ ആണ് അതിന്റെ റിപ്പോർട്ട് പിന്നെ കൊടുക്കുക. ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് ടിപ്പിക്കലി മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലിയിൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ അത് പിന്നെ സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ മിനിസ്ട്രിയുടെ റെസ്പോൺസിബിലിറ്റി. ഫണ്ടിങ് സെക്യൂർ ചെയ്യുക അതും സൂപ്പർവൈസറുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല, കുറെ കൂടെ ഒരു വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് കരിക്കുലം പ്ലാനിങ്ങിനകത്ത് കരിക്കുലത്തിനകത്ത് ടീച്ചേഴ്സും ഉൾപ്പെടും, സൂപ്പർവൈസേഴ്സും ഉൾപ്പെടും. അത് ആ ഒരു കരിക്കുലം പ്ലാൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും റോള് അവിടെ വരും എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അവിടെ എടുക്കും. പക്ഷെ സൂപ്പർവൈസറുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള കരിക്കുലം, മാനേജ്മെന്റ് ആണ് കരിക്കുലം തീരുമാനിക്കുന്നത്, അതിന് നമുക്ക് സജഷൻസ് കൊടുക്കാം ടീച്ചേഴ്സിന്. ആ കരിക്കുലം ടീച്ചേഴ്സ് നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പൊ കരിക്കുലം പ്ലാനിങ് അല്ല, കരിക്കുലം എക്സിക്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരുന്നുവെങ്കിൽ അതും അതിന്റെ ആൻസർ തന്നെയാണ്. ഇവിടെ ഇപ്പൊ ക്ലാസ് റൂം ഒബ്സർവേഷൻ, ഈ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഈ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കരിക്കുലം ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കരിക്കുലം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജസ് ആണ്. ആ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുന്നേ എന്ത് കരിക്കുലം, എന്തൊക്കെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഘട്ടമാണ് കരിക്കുലം പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്പർ 8. In Guilford's structure of intellect, SOI model, structure of intellect model, which of the following is part of the operations dimension? അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡലിനകത്ത് പല ഡയമെൻഷൻസ് നമ്മൾ അവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പം 3 കാറ്റഗറീസ് ആയിട്ട് അതിനകത്ത് ഇന്റലിജൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഓപ്പറേഷൻസ് ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. ഇതിനകത്ത് ഓപ്പറേഷൻസ് ഡയമെൻഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്താണ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് എല്ലാം വരുന്നത്. അതെ, അതിനകത്ത് മെമ്മറി വരുന്നുണ്ട്, ഇവാലുവേഷൻ വരുന്നുണ്ട്, ആൻഡ് കോഗ്നിഷനും അതിനകത്ത് വരും. ആൻഡ് ഇത് 3ഉം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി, ഇവാലുവേഷൻ, കോഗ്നിഷൻ, ഇത് 3ഉം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെന്റൽ ഫങ്ഷനിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെ. അപ്പൊ അതാണ് ആ ഒരു സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ ബി, മെമ്മറി എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻസ് ഡയമെൻഷൻ. ഓപ്പറേഷൻസ് ഡയമെൻഷന്റെ ഭാഗമായിട്ട് ഏതാണ് വരുന്നത്? അതിനകത്ത് മെമ്മറി വരുന്നുണ്ട്. സിമാന്റിക് പ്രോസസ്സിംഗ് ഏതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? സിമാന്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ
നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്ന ആ പ്രക്രിയയാണ് അല്ലേ, അത് കോണ്ടന്റ് ഡയമെൻഷനകത്താണ് പോകുന്നത്, അത് ഓപ്പറേഷൻസ് ഡയമെൻഷനിലല്ല വരുന്നത്. അതേപോലെ വിഷ്വൽ പ്രോസസ്സിംഗ് നോക്കിയാലോ, വിഷ്വൽ പ്രോസസ്സിംഗ് അതും കോണ്ടന്റ് ഡയമെൻഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ആ ഒരു സെൻസറി ആസ്പെക്ട് അല്ലേ വിഷ്വൽ പ്രോസസ്സിംഗ്. അതേപോലെ സിംബോളിക് റീസണിങ് എന്ന് പറയുന്നത് അത് പ്രോഡക്റ്റ് ഡയമെൻഷന്റെ ഭാഗമാണ്. കാരണം ഇത് നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഔട്ട്കമുമായിട്ട് ഡീൽ ചെയ്യുകയാണ് ഈ സിംബോളിക് റീസണിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സിംബോളിക് പ്രോഡക്റ്റ് ഡയമെൻഷൻ, വിഷ്വൽ ഏത് ഡയമെൻഷനാണ് വരുന്നത്, കോണ്ടന്റ് ഡയമെൻഷൻ, സെമാന്റിക് പ്രോസസ്സിംഗ് കോണ്ടന്റ് ഡയമെൻഷൻ, മെമ്മറി ഓപ്പറേഷണൽ ഡയമെൻഷനിൽ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ മെമ്മറി അവിടെ വരും, ഇവാലുവേഷൻ അവിടെ വരും, കോഗ്നിഷൻ അവിടെ വരും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുക, പ്രോബ്ലം സോൾവിങ്ങും മറ്റനേകം മെന്റൽ ഫങ്ഷനിങ്ങും അതിന്റെ ഭാഗമായിട്ട് ചെയ്തെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇതാണ്. വിച്ച് മെമ്മറി പ്രോസസ് refers to transforming sensory information into a format that can be stored in long-term memory. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, വിച്ച് മെമ്മറി പ്രോസസ്. അപ്പൊ ഇത് എല്ലാം മെമ്മറിയുടെ പ്രോസസ്സുകളെ ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തില് ഏത് മെമ്മറി പ്രോസസ് ആണ് എന്താ പറയേണ്ടത്, റെഫേഴ്സ് ടു ട്രാൻസ്ഫോമിങ് സെൻസറി ഇൻഫർമേഷൻ. സെൻസറി ഇൻഫർമേഷൻ അല്ലേ നമുക്ക് ആദ്യം കിട്ടുന്നത്, ആ സെൻസറി ഇൻഫർമേഷനെ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ കൊണ്ടുപോയി അടുക്കി പറക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിന് ഏത് പ്രോസസ്സാണ്, റിട്രീവൽ, എൻകോഡിംഗ്, കൺസോളിഡേഷൻ, റിഹേഴ്സൽ. അപ്പൊ ഇവിടെ റിഹേഴ്സൽ ആണോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ചോദ്യം കൃത്യമായിട്ട് നമുക്കങ്ങ് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാകും റിഹേഴ്സൽ അല്ല എന്നുള്ളത്. നമ്മൾ ഈ റിഹേഴ്സൽ ശരിക്കും നടത്തുന്നത് എന്തിനാണ്, റിഹേഴ്സൽ നടത്തുന്നത് ആ ഇൻഫർമേഷനെ ഒന്ന് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വളരെയധികം പരിചിതമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിഹേഴ്സൽ നടത്തുന്നത്. അപ്പം എൻകോഡിംഗ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഓപ്ഷൻ ബി, എൻകോഡിംഗ് ഇസ് ദ കറക്റ്റ് ആൻസർ. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എൻകോഡിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എടുത്ത് നോക്കിയേ. എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പം ഒരു മെമ്മറി കാർഡിനകത്ത്, നമ്മുടെ മൊബൈലിലെ മെമ്മറി കാർഡിനകത്ത് ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റോറേജ് പ്രക്രിയക്ക് എൻകോഡിംഗ് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എൻകോഡിംഗ് ആണ് ആ സെൻസറി ഇൻഫർമേഷനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാകത്തിന്, ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോർമാറ്റിലേക്ക് അതിനെ അങ്ങ് മാറ്റുന്നു. അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻകോഡിംഗ് ഇല്ല എങ്കിൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമുക്ക് ഭാവിയിൽ അത് റിട്രീവ് ചെയ്ത്, അതാണ് എൻകോഡ് ചെയ്ത് അവിടെ ബ്രെയിനിൽ കൊണ്ട് സൂക്ഷിച്ച ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുന്നതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിനകത്ത് മെമ്മറി കാർഡ് ഇട്ട് ഈ മെമ്മറി കാർഡിലെ ഇൻഫർമേഷൻ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ എന്തോ വേണം, നമ്മൾ പല വഴിക്ക് അതിന് സഞ്ചരിച്ച് നമ്മുടെ ഫയൽ മാനേജറിലൊക്കെ പോയി പിന്നെ എക്സ്റ്റേണൽ മെമ്മറി ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് നമുക്ക് തിരിച്ചെടുത്തോണ്ട് വരണം അല്ലേ. അപ്പൊ ഫ്യൂച്ചറിൽ റിട്രീവ് ചെയ്യാനുള്ള ആ ഒരു മാർഗവും കൂടെ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ കൃത്യമായിട്ട് അതിനെ റീറ്റെയിൻ ചെയ്തെങ്കിലല്ലേ ഫോട്ടോസ് എല്ലാം ഒരു ഫോൾഡറിൽ, അതിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ഇവന്റ് അനുസരിച്ച് ബർത്ത്ഡേ, പിക്നിക്കിന് പോയപ്പോൾ എടുത്ത ഫോട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഒരേ തരത്തിലുള്ള ഇൻഫർമേഷൻ ഒരു ഫോൾഡറിനകത്ത് വെച്ചാൽ നമുക്ക് ഈസിയാണ് അത് തിരിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. അതേപോലെ റിട്രീവൽ, നമ്മുടെ ബ്രെയിനും അങ്ങനെ റിട്രീവ് ചെയ്യുന്നത്. അപ്പൊ എൻകോഡിങ്ങിന്റെ ഭാഗമായിട്ട് അത് പ്രോപ്പറായിട്ട് അവിടെ അടുക്കി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിട്രീവൽ പോസിബിൾ ആയിട്ട് വരുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോമിങ് മെമ്മറി. മെമ്മറിയുടെ ഫോർമേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ലേണിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ റിട്ടൻഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ റിട്രീവൽ ഞാൻ ഓൾറെഡി പറഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റെബിലൈസിങ് എ മെമ്മറി. അതിന്റെ ആ ഒരു ഇനിഷ്യൽ അക്വിസിഷന് ശേഷം ആ മെമ്മറിയെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. കൺസോളിഡേഷൻ ആ ഇനിഷ്യൽ എൻകോഡിംഗ് പ്രോസസ് അല്ല കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ആൻഡ് റിഹേഴ്സൽ എന്തിനാണ്, റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത്, നമ്മളൊരു നാടകത്തിന് മുന്നേ, ഒരു ഡാൻസിന് മുന്നേ നമ്മൾ റിഹേഴ്സ് ചെയ്യുന്ന എന്തിനാ, നമ്മുടെ സ്റ്റെപ്സ് ഒന്നും മറന്നു പോകാതിരിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റെപ്സ് നമ്മളെ നല്ല പരിചിതമാക്കി നമുക്ക് ഊട്ടിയുറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, എൻഫോഴ്സ് ചെയ്ത് റീഎൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിഹേഴ്സൽ നടത്തുന്നത്. അപ്പൊ ഇത് ആ ഒരു മെമ്മറി റിട്ടൻഷനെ അത് സഹായിക്കും. അപ്പം ഇതും
ഇനിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ല റിഹേഴ്സൽ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഓപ്ഷൻ ബി എൻകോഡിംഗ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. എൻകോഡിംഗ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്പർ 10, 10ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് സ്റ്റേജ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്? അപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. ഇൻവോൾവ്സ് ഫോമിംഗ് പാർട്ട്ണർഷിപ്സ് വിത്ത് ലോക്കൽ ലീഡേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു അഡ്രസ് ദി ഐഡന്റിഫൈഡ് പ്രോബ്ലംസ്. അപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് പ്രവർത്തിക്കണമെങ്കിൽ അതിനാദ്യം പ്രോബ്ലംസ് ഉണ്ടാകണം. അപ്പോൾ ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽ ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് അവർ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടണം. എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ സഹായം അഭ്യർത്ഥിച്ച് അവരെ കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട്. അപ്പം അത് ഏത് സ്റ്റേജ് ആണെന്നുള്ളതാണ്. പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സഹായം തേടുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ് ചോദ്യം. കാരണം അവരുടെ ഇൻവോൾവ്മെന്റ് അവിടെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തിയെടുക്കാം. അപ്പം കമ്മ്യൂണിറ്റി അനാലിസിസ് ആണോ, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണോ, ഇംപ്ലിമെന്റേഷൻ ആണോ, സ്ട്രാറ്റജി ഡെവലപ്മെന്റ്? നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. കാരണം എന്താ, ഈ ലോക്കൽ ലീഡേഴ്സ് ആയിരുന്നാലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അതൊക്കെ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു 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 പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തനത്തിന് സഹായിക്കാനായിട്ട് ആൾക്കാർ വേണം, പൈസ വേണം, ചിലപ്പോൾ വാഹനങ്ങൾ വേണം, ചിലപ്പം പല ഓർഗനൈസേഷൻസിന്റെ, ചിലപ്പോൾ ഒരു സ്കൂള് അതിനകത്ത് ഉൾപ്പെടാം, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ അതിനകത്ത് ഉൾപ്പെടാം, പിന്നെ ലോക്കലായിട്ടുള്ള ലീഡേഴ്സ് അതിനകത്ത് ഉൾപ്പെടാം. ഇപ്പോൾ ഒരു ട്രൈബ് ആണെങ്കിൽ ആ ട്രൈബൽ ലീഡർ പറയുന്നതേ ആ ആൾക്കാർ കേൾക്കുകയുള്ളൂ. ആ ട്രൈബൽ ലീഡർക്ക് മാത്രമേ ആ ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലോക്കൽ ലീഡേഴ്സ് നമുക്ക്, കാരണം നമ്മുടെ നാട്ടിലെ ലോക്കൽ ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറെക്കുറെ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് അവരും അവിടെ അതിനകത്ത് ഉൾപ്പെട്ട് വരുന്നത്. അപ്പൊ അതാണ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇതൊക്കെ റിസോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോ എന്താ പറയേണ്ടത്, അതിനകത്താണ് ഈ ഭാഗങ്ങളെല്ലാം വരുന്നത്. ലോക്കൽ ലീഡേഴ്സ് വരുന്നത്, NGOസുമായിട്ട് നമ്മൾ എന്താ പറയേണ്ടത്, NGO ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ. ഇനി സപ്പോർട്ടിന് വേണ്ടിയിട്ട് മറ്റനേകം ഓർഗനൈസേഷൻസ്, നമുക്ക് ഡോക്ടേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുമായിട്ട് ചെന്ന് അവരെ അപ്രോച്ച് ചെയ്ത് അവരുടെ സഹായം അവിടെ എടുക്കാം, അല്ലേ? അതേപോലെ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു പക്ഷെ നമുക്ക് ഫണ്ട്സും ആവശ്യമായിട്ട് വരും. ഒരു പരിധിവരെ ഗവൺമെന്റിന്റെ ഫണ്ട്സ് അവിടെ ഉണ്ടാകും, ബാക്കി ചിലപ്പോൾ പിരിച്ചെടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ശരിക്കും ഇവിടെ വരുന്നു എന്നാണ്. അപ്പൊ മറ്റ് ഓപ്ഷൻസ് നോക്കിയാലോ, കമ്മ്യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇതും ഒരു സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിലാണ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കുന്നത്. ഇവിടെ അതിനെ പരിഹാരം കാണുകയല്ല, ഇവിടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. പ്രശ്നത്തിന്റെ പരിഹാരത്തിനെ കുറിച്ച് ഈ സ്റ്റേജിൽ ചിന്തിക്കുന്നതേ ഇല്ല. ഇവിടെ ഈ സമയത്ത് അവർ വർക്ക് ചെയ്യുമ്പം പ്രശ്നങ്ങൾ മാത്രം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പ്രശ്നം 1, പ്രശ്നം 2, പ്രശ്നം 3, പ്രശ്നങ്ങൾ മാത്രം എഴുതി പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ഈ ഓപ്ഷൻ സിയിൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കോ ഇവർ ഈ പ്രശ്നമൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗങ്ങളും കണ്ട് ഈ റിസോഴ്സസും ഒക്കെ മൊബിലൈസ് ചെയ്തതിന് ശേഷം ഇത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത്, അത് നടത്തി തുടങ്ങുന്നത്. അവിടെ അവരുടെ ആ പ്ലാനും പദ്ധതിയും ഒക്കെ ദേ ആർ പുട്ടിങ് ഇറ്റ് ഇൻ ടു ആക്ഷൻ എന്നുള്ളതാണ്. റിസോഴ്സ് മൊബിലൈസേഷൻ കഴിഞ്ഞു വരുന്ന സ്റ്റേജ് ആണ്. ആൻഡ് ഈ ഒരെണ്ണം സ്ട്രാറ്റജി ഡെവലപ്മെന്റ് നമ്മൾ നോക്കിയാലോ, ഈ സ്ട്രാറ്റജി ഡെവലപ്മെന്റിലാണ് പ്ലാനും പദ്ധതിയും ഡെവലപ്പ് ചെയ്യുന്നത്. പ്ലാൻസ് ആൻഡ് ഗോൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അതാണ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ പാർട്ട്ണർഷിപ്സ് ഫോം ചെയ്യുന്നത് എപ്പോഴും ഈ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സിന്റെ സമയം. നമ്പർ 11, in social research secondary data should be used cautiously because, അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്, സോഷ്യൽ റിസർച്ചില് സെക്കൻഡറി ഡേറ്റ, പ്രൈമറി ഡേറ്റയും ഉണ്ട്, സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. ഈ സെക്കൻഡറി ഡേറ്റ നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ശരിക്കും സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്? ഈ സെക്കൻഡറി ഡേറ്റ എന്ന് ആക്ച്വലി പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ അതേഴ്സ് ഫോർ ഡിഫറെന്റ് പേർപ്പസസ്. ഒരു പക്ഷേ നമ്മുടെ ഈ റിസർച്ചിന് വേണ്ടി കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ല ഇത്.
ഇത് വേറെ ആരോ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമ്മൾ ഇങ്ങോട്ടൊന്ന് എടുത്ത് ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം ആ ഡേറ്റയും കൂടെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ അത് വേറെ ഏതോ ഒരു പ്രോഗ്രാമിന്റെ പ്രൈമറി ഡേറ്റയാണ്. പക്ഷെ നമുക്കത് സെക്കൻഡറി ഡേറ്റയാണ്. കാരണം നമുക്കതിൽ നിന്ന് ചില ഇൻസൈറ്റ്സ് കിട്ടുമായിരിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ആ ഡേറ്റ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രശ്നം ഉണ്ടാവും അല്ലേ? അപ്പൊ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പൊ നമുക്ക് വേറെ റിസോഴ്സിന്റെ ഉപയോഗം വരുന്നില്ല, നമുക്ക് സമയം ലാഭിക്കാം, നമുക്ക് പൈസ ലാഭിക്കാം, അതൊക്കെ അവിടെ ചെയ്യാം. പക്ഷേ നമ്മുടെ ഈ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സിന് കംപ്ലീറ്റ് ആയിട്ട് അലൈൻഡ് ആയിരിക്കില്ല ആ ഡേറ്റ. കാരണം അത് വേറെ ആരോ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ്. ആ ഡേറ്റ നമുക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് 100% നമുക്ക് സൂട്ടബിൾ ആകണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഡേറ്റയാണോ എന്നുള്ളത് പ്രത്യേകം റിസർച്ചർ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റിസർച്ചർ അവിടെ കെയർഫുൾ ആകണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? അപ്പോൾ സെക്കൻഡറി ഡേറ്റ ഷുഡ് ബി യൂസ്ഡ് കോഷ്യസ്ലി. അത് ശ്രദ്ധയോടെ ഉപയോഗിക്കണം. കാരണം ഇറ്റ് മേ നോട്ട് ഓൾവേസ് ഫിറ്റ് ദ സ്പെസിഫിക് റിസർച്ച് നീഡ്സ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ചിന്റെ നീഡ്സ് ഒരു പക്ഷേ ആ ഡേറ്റ അത് ചിലപ്പം ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? സെക്കൻഡറി ഡേറ്റ ഇസ് ഓൾവേസ് മോർ ആക്യുറേറ്റ് ദാൻ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്ന. സെക്കൻഡറി ഡേറ്റ ഒരുപക്ഷെ ആക്യുറേറ്റ് ആയിരിക്കാം, അത് മറ്റേതെങ്കിലും സാഹചര്യത്തില് അത് ഒറിജിനലി എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അത് ആക്യുറേറ്റ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഈ റിസർച്ചിന് അത് ആക്യുറേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. സെക്കൻഡറി ഡേറ്റ ഉപയോഗിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ്. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ആണെങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ട് എന്തിന് നമ്മൾ കോഷൻ അല്ലെ പ്രിക്കോഷൻ എടുക്കണം? അപ്പൊ അതൊരു ഒരു 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 ഇറലവെന്റ് ഓപ്ഷൻ ആണ് അല്ലെ. ആൻഡ് ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ്സ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അപ്പോ എന്താ പറയേണ്ടത്? ഒരു പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണോ ഒറിജിനലി ഉണ്ടാക്കിയിരുന്നത് അതിന് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആകാം. പിന്നെ മാത്രമല്ല അപ് ടു ഡേറ്റ് എന്നാണ് പറയുന്നത്. ഈ ഡേറ്റ കുറെ നാൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ, ഏതോ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്, അത് അപ് ടു ഡേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അത് അന്ന് അപ്ഡേറ്റ് ആയിരുന്നു. 10 കൊല്ലത്തിന് മുന്നേ ഉള്ള ഡേറ്റ ആണെങ്കിലോ അന്ന് അത് അപ് ടു ഡേറ്റ് ആയിരുന്നു. എന്നാൽ ഇന്നോ അപ് ടു ഡേറ്റ് ആവണമെന്ന് നിർബന്ധം അല്ലെ. അപ്പൊ സെക്കൻഡറി ഡേറ്റ എപ്പോഴും കറന്റ് ഇൻഫർമേഷൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. സോ കോഷൻ നമ്മൾ ഇവിടെ ഇറ്റ് മേ നോട്ട് ഫിറ്റ് ദ സ്പെസിഫിക് റിസർച്ച് നീഡ്സ്. അതുകൊണ്ടാണേ. അടുത്ത ചോദ്യം നമ്പർ 12. ഇൻ schizophrenia, what is alogia? ഇത് ശരിക്കും സ്കിറ്റ്സോഫ്രീനിയ എന്നാണ് പറയേണ്ടത്. സ്കിറ്റ്സോ, ആ എസിന്റെ സൗണ്ട് കഴിഞ്ഞിട്ട് ഇത് സിയുടെ സൗണ്ട് എപ്പോഴും ഇംഗ്ലീഷിൽ കേല്. അപ്പൊ സ്കിറ്റ്സോഫ്രീനിയ ആൻഡ് ഇത് അലോഗിയ എന്ന് നമുക്ക് പറയാം. പക്ഷേ അലോഗി ആ രണ്ടാമത്തെ എക്ക് സൗണ്ട് കൊടുക്കണം. അലോഗി അങ്ങനെയൊക്കെ നമ്മൾ ഇത് പറഞ്ഞാണ്. എന്തായിരുന്നാലും നിങ്ങൾ റിട്ടൺ എക്സാം ആണല്ലോ. സോ വാട്ട് ഈസ് അലോഗി എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ എന്താണ് ഈ അലോഗി എന്ന് പറയുന്നത്? അലോഗി എന്ന് പറയുന്നത് ഈ സ്കിറ്റ്സോഫ്രീനിയയുടെ ഒരു സിംറ്റം ആണല്ലേ, അതിന്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ ഈ സിംറ്റത്തില് അല്ലെങ്കിൽ എന്താണ് ഈ സിംറ്റം എന്ന് പറയുന്നത്? സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ദ ഫ്ലുവൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് സ്പീച്ച്. സ്കിറ്റ്സോഫ്രീനിയ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണല്ലോ സിംറ്റം എന്ന് പറയുന്നത്. അല്ല സോറി, ഒരു രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണല്ലോ അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ സ്കിറ്റ്സോഫ്രീനിയയുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അലോഗി. ആൻഡ് ഈ അലോഗി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ സംസാരത്തിന് അവർക്ക് ഫ്ലുവൻസി കുറയും. അതേപോലെ സ്പീച്ച് പ്രൊഡ്യൂസർ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഈ അലോഗി ഉള്ള ആൾക്കാർക്ക് ദേ ഹാവ് ഡിഫിക്കൽട്ടി ജനറേറ്റിംഗ് സ്പോണ്ടേനിയസ് സ്പീച്ച്. മീൻസ് ഓൺ ദ സ്പോട്ട്. അതാണല്ലോ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടണമല്ലോ. അപ്പോൾ എന്താ പറയേണ്ടത്? അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുപക്ഷെ അത് തുടങ്ങാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ അവർ ഉത്തരം തരും, ചിലപ്പം ഒരു ബ്രീഫ് എംപ്റ്റീനെസ്സിന് ശേഷം,
ചിലപ്പോൾ ഒരു എന്താ പറയേണ്ടത് കുറച്ചു നേരം അവിടെ ഒന്നും മിണ്ടാതിരിക്കും, റെസ്പോൺസ് ഉണ്ടാകില്ല, എന്നിട്ട് അവർ അങ്ങ് റെസ്പോണ്ട് ചെയ്യും, സ്ലോ ആയിട്ട് അവരങ്ങ് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു എന്താ പറയേണ്ട ഒരു ബ്രോഡർ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും ഇതിനെ പറയാം. ഓക്കെ, അപ്പോ ഈ സ്കിറ്റ്സോഫ്രീനിയയിൽ ഇതൊരു നെഗറ്റീവ് സിംറ്റം ആയിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്, അലോഗി. അപ്പോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, പോവർട്ടി ഓഫ് സ്പീച്ച്. പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ചിന്റെ ഇല്ലായ്മ, സ്പീച്ച് കുറഞ്ഞു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പം എക്സസീവ് സ്പീച്ച് അല്ല. ഓക്കെ, ഈ എക്സസീവ് സ്പീച്ച് അല്ല നമ്മുടെ ഇവിടുത്തെ ഈ കറക്റ്റ് ആൻസർ എന്ന് ശരിക്കും പറയുന്നത്. അപ്പൊ ഈ എക്സസീവ് സ്പീച്ച് ശരിക്കും അതും ഒരു സിംറ്റം ആണ്. ഇറ്റ് ഇസ് കോൾഡ് ലൊഗോറിയ. ലൊഗോറിയ എന്നാണ് അതിനെ പറയുന്നത്, അലോഗിയ അല്ല. ആൻഡ് രണ്ടാമത്തെ ഡിഫിക്കൽട്ടി ഇൻ തിങ്കിങ് ക്ലിയർലി. അപ്പോൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് ഒരു ജനറൽ കോഗ്നിറ്റീവ് സിംറ്റം തന്നെയാണ്, പക്ഷേ അത് അലോഗിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല. ആൻഡ് ഓപ്ഷൻ ഡിയിൽ ഇനബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷർ എന്ന് പറഞ്ഞാൽ ഈ പ്ലഷർ എന്താണ് അറിയാലോ, പ്ലഷർ എന്താണെന്നുള്ളത്. ആ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കണ്ടീഷനും ഒരു പേരുണ്ട് പറയാനായിട്ട്. ദിസ് ഇസ് ഓൾസോ അനദർ സിംറ്റം ഓഫ് സ്കിറ്റ്സോഫ്രീനിയയുടെ മറ്റൊരു സിംറ്റം ആണ് ഈ ഒരു പ്ലഷർ എന്താ പറയേണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് അലോഗി. ഇതിനെ പറയുന്നത് ആൻഹെഡോണിയ. അനഡോണിയ, ANHEDONIA, അനഡോണിയ എന്നാണ് ആ ഇനബിലിറ്റി ടു എക്സ്പീരിയൻസ് പ്ലഷറിനെ പറയുന്നത്. ഓക്കെ, സോ പോവർട്ടി ഓഫ് സ്പീച്ച്. ഇവിടെ പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഇല്ലാതെ ആയി പോകുന്നു ആ ഒരു വ്യക്തിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്പർ 13, വാട്ട് ഈസ് എ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ ആസ് ഡിഫൈൻഡ് ഇൻ ഇതോളജി? ഇതോളജിയിൽ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ FAP എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയറൽ സീക്വൻസസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയറൽ സീക്വൻസ് ഇത് എപ്പോഴാണ് ശരിക്കും സംഭവിക്കുന്നത്? ഇൻ റെസ്പോൺസ് ടു സ്പെസിഫിക് സ്റ്റിമുലൈ. ഒരു സ്പെസിഫിക് സ്റ്റിമുലൈക്ക് ഒരു സ്പെസിഫിക് റെസ്പോൺസ് എന്ന നിലയിൽ അപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ട് ആ ഒരു റെസ്പോൺസ് അവിടെ വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കൺസിസ്റ്റന്റ് അക്രോസ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിലെ എല്ലാ ഇൻഡിവിജ്വൽസിലും ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇതേപോലെ ആയിരിക്കും. അതാണ് ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരിക്കൽ ഇനിഷ്യേറ്റ് ചെയ്താല് ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ അത് തടയാൻ ശ്രമിച്ചാലോ എക്സ്റ്റേണൽ ഫീഡ്ബാക്ക് കൊടുത്താലോ എന്താ പറയേണ്ടത്, അതിനെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. ആ ഒരു സീക്വൻസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ അത് അവസാനിച്ച് ആ സീക്വൻസ് അവസാനിച്ചിട്ടേ അത് തീരുകയുള്ളൂ എന്നുള്ളത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. എ സ്റ്റീരിയോടൈപ്ഡ് ഇൻസ്റ്റിങ്ക്ച്വൽ സീക്വൻസ് ട്രിഗേർഡ് ബൈ എ സ്പെസിഫിക് സ്റ്റിമുലൈ. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ താറാവിനെ ഗൂസ് എന്നൊക്കെ പറയുന്നല്ലേ നമ്മൾ. അപ്പോൾ ഈ താറാവിന് ഒരു എഗ് റോളിംഗ് ബിഹേവിയർ ഉണ്ട് താറാവിന്. അപ്പോൾ ഈ ഒരു ഗൂസ് അതിൻ്റെ ആ ഒരു നെസ്റ്റിന്റെ പുറത്ത് ഒരു മുട്ട അത് കിടക്കുന്നത് കാണുകയാണെങ്കിൽ അത് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റ്ലി അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മുട്ടയെ അത് തട്ടി അത് തിരിച്ച് അതിൻ്റെ ചുണ്ടുകൊണ്ട് തട്ടി തിരിച്ച് അതിൻ്റെ നെസ്റ്റിലേക്ക് എത്തിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ബിഹേവിയർ ശരിക്കും എന്താ പറയേണ്ടത്, ഈ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് താറാവ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുട്ട അവിടെ നിന്ന് എടുത്തു മാറ്റിയാലും താറാവ് മുട്ടയില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യാതെ അത് തട്ടി കൂടെ എത്തുന്നിടം വരെ അത് തട്ടും. മുട്ട അവിടെ ഇല്ല, പക്ഷെ ആ ഒരു ആക്ഷൻ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബിഹേവിയർ അത് കംപ്ലീറ്റ് ചെയ്യും, ആ ഒരു സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. എഗ് അവിടെ ഇന്ന് എടുത്തു മാറ്റിയാൽ പോലും അപ്പോൾ ഈ ഒരു ബിഹേവിയർ ഒരിക്കൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടേ നിർത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതാണ്
എന്താ പറയേണ്ടത്, അതിൻ്റെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ച്വൽ നേച്ചർ എന്ന് നമുക്ക് പറയാം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, ലേൺഡ് ബിഹേവിയർ ദറ്റ് അഡാപ്റ്റ്സ് ടു ചേഞ്ചിങ് എൻവയൺമെന്റ്സ്. അപ്പോൾ ഈ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അത് പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലഭിച്ചതോ അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിളും അല്ല, അത് ഇന്നേറ്റ് ആണ്, ജന്മന കിട്ടുന്നതാണ്, അത് റിജിഡ് ആണ്, അത് ഫിക്സ്ഡ് ആണ്, അതിനെ നമുക്ക് ഒരു രീതിയിലും മാറ്റാനായിട്ട് കഴിയില്ല എന്നുള്ളത്. ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്ന ഫ്ലെക്സിബിൾ ബിഹേവിയർ പാറ്റേൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചർ. FAP ഫ്ലെക്സിബിൾ അല്ല, അത് കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ലേണിംഗ് കൾച്ചറിൽ നിന്ന് നമ്മൾ പഠിക്കും ഒരുപാട് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടതും അല്ല. ദിസ് ഇസ് ആക്ച്വലി ഹാർഡ് വയേർഡ് ഇൻ ടു ദാറ്റ് സ്പീഷീസ്. ആ സ്പീഷീസിലെ എല്ലാ ഇൻഡിവിജ്വൽസിലും ഇതുണ്ടാകും. ഓപ്ഷൻ ഡി നോക്ക്, ബിഹേവിയർ ദാറ്റ് റിക്വയർസ് പ്രയർ എക്സ്പീരിയൻസ് ടു ഡെവലപ്പ്. അപ്പോൾ പ്രയർ എക്സ്പീരിയൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ് എന്താ പറയേണ്ടത്, വാഹനം ഓടിക്കുന്നതും നീന്തുന്നതും നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയൊക്കെ. പക്ഷെ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേണിന് അതിന് പ്രയർ എക്സ്പീരിയൻസ് വേണ്ട, അത് തനിയെ അങ്ങനെ വരും. ഇനി മനുഷ്യനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലോ, തിങ്ക് അബൌട്ട് ഹ്യൂമൻ ബേബീസ്, കുഞ്ഞുങ്ങൾ, അവരുടെ ആ ഒരു സക്കിംഗ് റിഫ്ലെക്സ്, ന്യൂ ബോൺസിലുള്ള സക്കിംഗ് റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഈ ചീക്കിന്റെ അടുത്ത് നമ്മളൊരു കൈ കൊണ്ടൊന്ന് തൊടുകയോ അവർ ആ ഒരു ഇൻഫന്റ് ആയിരിക്കുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് തൊടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൈഡിലേക്ക് അവരുടെ ആ ഒരു എന്താ പറയേണ്ടത്, തല അങ്ങോട്ട് എന്നുള്ളതാണ്, തിരിയും. അതേപോലെ നമ്മൾ ആ ഒരു ബേബിയുടെ ലിപ്സിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് തൊടുകയോ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ സ്റ്റാർട്ട് സക്കിങ്. അതിന്റെ വിചാരം അതിന് പാല് കുടിക്കാനുള്ള നിപ്പിളാണ് ആ പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അത് ആ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി അത് സക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആൻഡ് ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇതാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ സക്കിങ് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ ബേബി വിൽ കണ്ടിന്യൂ ദറ്റ് സക്കിങ്, ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആകുന്നിടം വരെ. നമ്മൾ കൈ അവിടെ നിന്ന് മാറ്റിയാലും അത് കുറച്ചു നേരവും കൂടെ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു സക്ക് എന്നുള്ളതാണ്. ഇനി അതേപോലെ കുഞ്ഞുങ്ങളുടെ ഗ്രാസ്പിംഗ് റിഫ്ലെക്സിന്റെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിലോ, അവരുടെ കയ്യിൽ ഒരു ഓബ്ജക്റ്റ് അവരുടെ കയ്യിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ കൈ അടയ്ക്കും, അതിനെ ഇങ്ങനെ പിടിക്കാനായിട്ട് കൈ അടയ്ക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നേറ്റ് ആണ് ആ ഒരു ഗ്രാസ്പിംഗ് ആക്ഷൻ, അത് ജന്മനാ ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോ ഈ കുട്ടി കാണിക്കുന്ന ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ശരിക്കും അതൊരു സർവൈവൽ മെക്കാനിസം ആയിട്ടാണ് ശരിക്കും അതിനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും കയറി പിടിക്കണമല്ലോ എന്നുള്ള, നമ്മൾ വീഴാനൊക്കെ പോകുമ്പോൾ കയറി പിടിക്കുമല്ലോ, അത് നോക്ക്, അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ, അത് അവിടെ ശരിക്കും ആ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺസ് എന്ന് പറയുന്നത് മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ജസ്റ്റ് മൃഗങ്ങൾക്ക് മാത്രമല്ല, ഹ്യൂമൻസ് ഓൾസോ ഹാവ് ദ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ഫിക്സ്ഡ് ആക്ഷൻ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്നുള്ളത്. Let's move on to question number 14. Which of the following nutrients is critical for preventing cognitive delays in children? അപ്പൊ അയേൺ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ ഏതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻറ്റ് ആ ഒരു കോഗ്നിറ്റീവ് ഡിലേസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, അയേൺ തന്നെയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. കാരണം എന്താണ്, അയേൺ വളരെ ക്രിട്ടിക്കലാണ് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി, പ്രത്യേകിച്ചും ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ്. കാരണം ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അയേൺ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹീമോഗ്ലോബിൻ അല്ലേ ബ്രെയിനിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ഡെലിവറി ചെയ്യുന്നത്. അപ്പം അയേണിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാകാം, ഡെവലപ്മെന്റൽ ഡിലേസ് വരാം, ആൻഡ് എന്താ പറയേണ്ടത്, അറ്റൻഷൻ ഡെഫിഷ്യൻസും ഉണ്ടാകാം കുട്ടികൾ. ഓക്കെ, അപ്പോ വിറ്റമിൻ സി എഗെയിൻ നമുക്കറിയാം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ അയേൺ ആണ്. വിറ്റമിൻ സിയുടെ കാര്യം നമുക്കറിയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയേണ്ടത്, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ഡയറക്ട്ലി അത് ലിങ്ക്ഡ് അല്ല. കാൽഷ്യത്തിന്റെ കാര്യം നോക്കിയാലോ, ബോൺ ഡെവലപ്മെന്റിന് കാൽഷ്യം ആവശ്യം തന്നെയാണ് അല്ലേ. പക്ഷെ ആ ഒരു കോഗ്നിറ്റീവ് ഡിലേ പ്രിവെന്റ് ചെയ്യുന്നതിന് കാൽഷ്യത്തിന് വലിയ റോൾ അവിടെ ഇല്ല. അതേപോലെ പ്രോട്ടീൻ ശരിക്കും മസിൽ ഗ്രോത്ത്, ടിഷ്യൂ ഗ്രോത്ത് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കോഗ്നിറ്റീവ് ഫങ്ഷന് ഒത്തിരി അധികം ആവശ്യമായിട്ട് അത് വരുന്നില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അതിനില്ല എന്നുള്ളത്. ഓക്കെ, റൈറ്റ്.
അടുത്തത് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇതിനകത്ത് വാട്ട് ഇസ് ദ സോഷ്യൽ സെൽഫ് ഇൻ സോഷ്യൽ പെർസെപ്ഷൻ? സോഷ്യൽ പെർസെപ്ഷനിൽ സോഷ്യൽ സെൽഫ് എന്താണ് എന്നുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ശരിക്കും സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോ വ്യക്തികൾ എങ്ങനെയാണ് അവരെ തന്നെ പെർസീവ് ചെയ്യുന്നത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരല്ലേ, അപ്പോൾ അതാണ് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ കുറിച്ചുള്ള ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു ഐഡിയ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് സോഷ്യൽ സെൽഫ് എന്ന് ശരിക്കും പറയുന്നത്. ഈ സോഷ്യൽ സെൽഫ് എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പായി വരുന്നത്? നമ്മുടെ സൊസൈറ്റിയിലുള്ള റോൾസ് അനുസരിച്ച്, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മുടെ ഇന്ററാക്ഷൻസ് അനുസരിച്ച്. സോഷ്യൽ സെൽഫിന്റെ ഉള്ളില് നമുക്ക് സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പായി വരും, സെൽഫ് എസ്റ്റീം ഡെവലപ്പായി വരും, ആൻഡ് ഐഡന്റിറ്റിയും നമുക്ക് ഡെവലപ്പായിട്ട് വരും അല്ലെ. അപ്പോൾ ഇത് ആ ഒരു സോഷ്യൽ എൻവയൺമെന്റിൽ നിന്നാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ ബി, അതായത് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസ് ഐഡന്റിറ്റി ഇൻ റിലേഷൻ ടു അതേഴ്സ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ എ നമ്മൾ നോക്കിയാണെങ്കിലോ, ഇറ്റ് റെഫേഴ്സ് ടു സോഷ്യൽ കോഗ്നിഷൻ. സോഷ്യൽ സെൽഫ് അല്ല, സോഷ്യൽ കോഗ്നിഷൻ ആണ്. അതായത് ദ വേ ഇൻഡിവിജ്വൽസ് പെർസീവ് ആൻഡ് ഇന്റർപ്രറ്റ് ദി ആക്ഷൻസ് ഓഫ് അതേഴ്സ്. അപ്പോൾ സോഷ്യൽ കോഗ്നിഷൻ മനസ്സിലാക്കുന്നത് അതാണ്. ഓക്കെ, സൊസൈറ്റി. ഇനി ഓപ്ഷൻ സി നോക്കിയാണെങ്കിലോ, ഓപ്ഷൻ സിയില് ദ ബിലീഫ് ദറ്റ് അതേഴ്സ് ഇൻഫ്ലുവൻസ് പേഴ്സണൽ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്കൊരു വിശ്വാസമുണ്ട് മറ്റുള്ളവർ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കും എന്നുള്ളത്. ഓക്കെ, അതൊരു പരിധിവരെ ശരിയായിരിക്കാം, അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത് ഇസ് മോർ അബൌട്ട് ഐഡന്റിറ്റി ഫോർമേഷൻ ഇൻ റിലേഷൻ ടു അതേഴ്സ് എന്നുള്ളത്. ഇനി ഓപ്ഷൻ ഡി, ദ എഫേർട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സണൽ ബിഹേവിയേഴ്സ് ടു ഫിറ്റ് ഗ്രൂപ്പ് നോർംസ്. അപ്പൊ ബിഹേവിയർ അഡ്ജസ്റ്റിങ്ങിന്റെ കാര്യമാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത് അല്ലേ. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഫിറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്, സോഷ്യൽ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ സോഷ്യൽ സെൽഫ് എന്ന കോൺസെപ്റ്റിനെ കംപ്ലീറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നില്ല. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ ഫോർ us. Now let's move on to question number 16. Okay, അപ്പം ഈ ഒരു ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻ ഇതേവരെ PSC ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ ഞാൻ ഈ എന്താ പറയണ്ട മാച്ചിങ് ഇൻഫർമേഷന് 3 കോളംസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതലും ഒരു എഡ്യൂക്കേറ്റീവ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നോളജ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇതിനെ ബേസ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് റെസ്പോൺസിബിലിറ്റീസ്, ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനില് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസും സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി, അതാണ് ഇവിടെ 2 കോളത്തിൽ, കോളം 2-ലും കോളം 3-ലും കൊടുത്തിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, സൂപ്പർവൈസറിന്റെ. ഇനി ഏത് ആസ്പെക്റ്റിനെ കുറിച്ചുള്ള റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ 2 ഘടകങ്ങളെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് കരിക്കുലം എടുത്തിട്ടുണ്ട്, മറ്റൊന്ന് സ്റ്റാഫ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിനെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു മാച്ചിങ്? നോക്ക്, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഓപ്ഷൻ എയിൽ നോക്കിയാൽ A1 എന്ന് വരുന്നത്, B3 എന്ന് വരുന്നത്, A2 എന്ന് വരുന്നത്, B4 എന്ന് വരുന്നത്. അതായത് ഈ പറഞ്ഞു വരുന്നത് പ്രീ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർവൈസർക്കും മാനേജർക്കും സെയിം ഏരിയയിൽ അവർക്ക് റോൾസ് ഉണ്ട്, പക്ഷേ അവരുടെ റോൾസ് ഡിഫറെന്റ് ആയിരിക്കും. ഈ കരിക്കുലത്തിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിനും റോളുണ്ട്, സൂപ്പർവൈസറിനും റോളുണ്ട്. അതേപോലെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിനും റോളുണ്ട്, സൂപ്പർവൈസറിനും റോളുണ്ട്. ഇവിടെ സൂപ്പർവൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് ICDS സൂപ്പർവൈസർ, അതായത് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഇപ്പം കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത്, നിങ്ങളുടെ റോളിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനില് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക ആൻഡ് റിക്രൂട്ട്മെന്റ് നടത്തുക. പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതും റിസോഴ്സ് അലോക്കേഷൻ. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗവൺമെന്റ് തലത്തിൽ നോക്കാം. അപ്പൊ നിങ്ങളുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആരെയാണ് ചുമതലപ്പെടുത്തിയേക്കുന്നത്? പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിന് PSC വഴി അവർ ഹയർ ചെയ്യുന്നു. പക്ഷേ ഹയറിംഗ് മാനേജ്മെന്റ് ആണ് തീരുമാനങ്ങൾ അവിടെ എടുക്കുക. അപ്പം A goes to 1. അപ്പം എന്താ പറയേണ്ടത്, മാനേജ്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, കരിക്കുലത്തിന് ദേ എൻഷ്യൂർ റിസോഴ്സസ് ഫോർ ഡെലിവറി. കരിക്കുലം ഡെലിവറിക്കുള്ള റിസോഴ്സസ്, കരിക്കുലം ഡെലിവറിയുടെ റിസോഴ്സസ് ആരാണ്? ടീച്ചേഴ്സ് ആണ് കരിക്കുലം ഡെലിവറി ചെയ്യുന്നത്. ഡെലിവറി മീൻസ് അവരാണ് കരിക്കുലം ഉപയോഗിച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അല്ലെ. സൂപ്പർവൈസർ എന്ന് പറയുമ്പോഴത്തേക്കോ
അവരുടെ ചുമതല എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സ് ചെയ്യുന്ന ടീച്ചിങ് പ്രാക്ടീസസിനെ ഒബ്സർവ് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് ഇവാലുവേഷൻ നടത്തുക, ഫീഡ്ബാക്ക് കൊടുക്കുക, കരിക്കുലം അനുസരിച്ച് തന്നെയാണ് അവർ ക്ലാസ്സസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം എ 2 വരുന്നുണ്ട്. സോ എ വീണ്ടും സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ഒബ്സർവ്സ് ലെസൺ ഡെലിവറി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണ്. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റിന് B3 പോകുന്നു. ഒന്ന് അത് ഇതാണ് അല്ലെ, ഇപ്പൊ പ്രൊവൈഡ്സ് റിക്രൂട്ട്മെന്റ്. മറ്റൊന്ന് B4 വരുന്നുണ്ട്, ഇതാണ്. അപ്പൊ പെർഫോമൻസ് ഇവാലുവേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് അത് സൂപ്പർവൈസേഴ്സ് ആണ് ചെയ്യുന്നത്. പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ നമ്മൾ കാണേണ്ടത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 17 ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് കാൾ ജങ്സ് ആർക്കിടൈപ്സ് ഓ ആർച്ചിടൈപ്പ്? ആർക്കിടൈപ്പ് എന്ന് നമുക്ക് പറയാം, ആർച്ചിടൈപ്പ് എന്ന് നമുക്കിതിനെ പറയാം. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താ? ഷാഡോ, അനീമ, ദ ഹീറോ ഓർ ദ ID. ID പെട്ടെന്ന് കേട്ടാൽ നമുക്കറിയാം, ID എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് കാൾ ജങ്ങിൻ്റെതല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ കോൺസെപ്റ്റ് എന്നാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ. അപ്പോ സോ ഓപ്ഷൻ ഡി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി കാൾ ജങ്ങിന്റെ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് യൂണിവേഴ്സൽ ആണ് ഈ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ എന്നുള്ളത്. അപ്പൊ ഈ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് ഇത് സിംബോളിക് പാറ്റേൺസ് ആണ്. നമ്മുടെ കളക്റ്റീവ് ആയിട്ടുള്ള അൺകോൺഷ്യസിലാണ് ഈ സിംബോളിക് പാറ്റേൺസ് നിലനിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഷാഡോ ഉണ്ട്. സോ വാട്ട് ഈസ് ദ ഷാഡോ? ഷാഡോ എന്ന് പറയുന്നത് ഇസ് ദ ഡാർക്കർ സൈഡ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ആ ഒരു ഡാർക്ക് സൈഡാണ് ഷാഡോ. ഇനി അനീമ എന്ന് പറയുന്നതോ, ദിസ് ഇസ് ദ ഫെമിനൈൻ ആസ്പെക്ട് വിതിൻ മെൻ. പുരുഷന്മാരിലുള്ള ആ ഒരു ഫെമിനൈൻ ഘടകങ്ങൾക്കാണ് അനിമ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ 3 ദ ഹീറോ. ഹീറോ എന്ന് പറയുന്നത് ഇസ് ആ ഒരു വ്യക്തി, ദ ഫിഗർ ഹു എംബാർക്സ് ഓൺ എ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മാറ്റങ്ങളുടെ ഒരു യാത്രയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്കാണ് ഹീറോ എന്ന് അദ്ദേഹം ഇവിടെ വിശേഷിപ്പിക്കും. ഓക്കെ, now let's move on to question. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Question 18. According to the instinct theory of motivation, instinct theory of motivation കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. Which of the following best explains the motivation for survival behaviors? അപ്പോ ഇൻസ്റ്റിങ്ക്ട് തിയറി ഓഫ് മോട്ടിവേഷനിൽ നമുക്ക് മോട്ടിവേഷൻ സർവൈവൽ ബിഹേവിയർ കാണിക്കുന്നതിലുള്ള മോട്ടിവേഷന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, learned responses to environment stimuli. Option B, innate biological instincts programmed for survival. Option C, the result of external rewards and reinforcements. Option D, cognitive processes related to decision making. അപ്പം എന്താണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്ട് തിയറി സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? ഇൻസ്റ്റിങ്ക്ട് തിയറി ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, അതായത് സർട്ടൻ ബിഹേവിയേഴ്സ്, നമ്മുടെ ചില ബിഹേവിയേഴ്സ് അത് ബയോളജിക്കലി ഹാർഡ് വയേർഡ്, അതായത് ജന്മനാ സിദ്ധിക്കുന്നതാണ്. അത് ഹാർഡ് വയേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. മാത്രവുമല്ല, അത് ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് പോലെ അവിടെ ഉണ്ട്. അതിന് പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങോ ഒരു പഠനമോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു സർവൈവൽ നീഡ്സ്, അതായത് നമുക്ക് ജീവൻ നിലനിർത്തുന്നതിന് ചില ആവശ്യകതകളുണ്ടല്ലോ. ഈ ആവശ്യകതകളാണ് എന്താ പറയണ്ടേ, ഈ ഇൻസ്റ്റിങ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഭക്ഷണം വേണമെന്നുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, നമ്മൾ സേഫ് ആയിരിക്കണമെന്നുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, നമുക്ക് വി നീഡ് സേഫ്റ്റി. അതേപോലെ ഒരു സ്പീഷീസിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് റീപ്രൊഡക്ഷൻ ആവും. ഈ 3 ഘടകങ്ങളും, ഭക്ഷണത്തിന്റെ ആവശ്യകത, സേഫ്റ്റിയുടെ ആവശ്യകത, റിപ്രൊഡക്ഷന്റെ ആവശ്യകത, ഇതൊക്കെ ആ ഒരു എവല്യൂഷൻ മുഖാന്തരം ഇറ്റ് ഇസ് പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് ആ ഒരു സ്പീഷീസിന്റെ സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോ ഇൻസ്റ്റിങ്ക്ട് തിയറിയെ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മോട്ടിവേഷൻ ഫോർ സർവൈവൽ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്നേറ്റ് ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്ട് വിച്ച് ഇസ് പ്രോഗ്രാംഡ് ഫോർ സർവൈവൽ. ഒരു സംഗതിയെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അത് അതേ കണക്കങ്ങ് പ്രവർത്തിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ഓപ്ഷൻ എ എന്താ പറയുന്നത്, ലേൺഡ് റെസ്പോൺസസ്, അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇത് എന്താ പറയേണ്ടത്, ബിഹേവിയേഴ്സ്, അതായത് ലേൺഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത്, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെസ്പോണ്ട് ചെയ്യുന്ന, ഒരു സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതി. അപ്പൊ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്. അത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ല എന്നുള്ളത്. ഓപ്ഷൻ സിയിൽ എക്സ്റ്റേണൽ റിവാർഡ്സിനെ കുറിച്ച് പറയുന്നത്. എക്സ്റ്റേണൽ റിവാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലേക്ക് അങ്ങ് പോകുന്നു. അതായത് അതിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് ബിഹേവിയർ അല്ല അത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കിയാലോ, ഡിസിഷൻ മേക്കിങ്ങിൽ ശരിക്കും കോൺഷ്യസ് ആയിട്ടുള്ള തോട്ട് അവിടെ വരുന്നത്. ബോധപൂർവമായുള്ള നമ്മുടെ ചിന്തയുടെ ഫലമായിട്ടാണ് നമുക്ക് ഡിസിഷൻ, തീരുമാനങ്ങളിൽ എത്താനായിട്ട് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക് ആണ്, അൺകോൺഷ്യസ് ആണ്. അത് നമ്മൾ ചിന്തിച്ച് എടുക്കുന്നതല്ല. കാരണം പലപ്പോഴും അതിന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് ലഭിക്കില്ല, പെട്ടെന്ന് തീർക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് വരും. ഓക്കെ, now let's look at question number 19. 19 ഇതാ. Which classification system is used internationally to diagnose both physical and mental disorders? അപ്പൊ ഇവിടെ ഇതിനകത്ത് ഫിസിക്കൽ ഡിസോർഡേഴ്സും വരുന്നുണ്ട്, മെന്റൽ ഡിസോർഡേഴ്സും വരുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ICD ഉണ്ട്, DSM ഉണ്ട്, MMSE ഉണ്ട്, RDOC ഉണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ICD തന്നെയാണ്. അതായത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അതാണ് ICD എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഗ്ലോബലി ആക്സെപ്റ്റഡ് സിസ്റ്റം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിനും അതിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കുന്നതിനും എന്താ പറയേണ്ടത്, ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഇത് ഫിസിക്കൽ ആൻഡ് മെന്റൽ രോഗങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ തന്നെയാണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂണിവേഴ്സലി ലോകത്തെ എവിടെയും എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ഉള്ള ഒരു സ്ട്രക്ചർ ആണ്, ഒരു ഫ്രെയിം വർക്ക് ആണ്. അപ്പോൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ ICD എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലാസിഫിക്കേഷൻ, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇനി DSM എന്ന് പറയുന്നതോ, രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ ഇവിടെ DSM ഇസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. ഓക്കെ, അത് പ്രധാനമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉപയോഗിക്കുന്നതാണ് ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. MMSE ഓപ്ഷൻ നമ്പർ 3 മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. മിനി മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു മിനി ഡോക്യുമെന്റ് ആണ് ഇത്. അപ്പോൾ ഇത് ആ ഒരു കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ഒരു ഡയഗ്നോസ്റ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ല. ആൻഡ് RDC അല്ലെങ്കിൽ RDOC അതൊരു റിസർച്ച് ഫ്രെയിം വർക്ക് ആണ്. ദാറ്റ് ഇസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ ഡയഗ്നോസിസ്. Okay, so now we will move on to the next question. അടുത്തത് question number 20 ലേക്ക് നമുക്ക് കടക്കാം. Number 20. Which type of play is essential for developing fine motor skills like grasping and hand-eye coordination? നോക്കുന്നിടത്ത് കണ്ണെത്തുന്നിടത്ത് കൈയെത്തിക്കാൻ പറ്റുക. അത് സെൻസറി മോട്ടോർ പ്ലേ ആണോ, സിംബോളിക് പ്ലേ ആണോ, ഫിസിക്കൽ പ്ലേ ആണോ, സ്ട്രക്ചേർഡ് പ്ലേ ആണോ? അപ്പൊ സെൻസറി മോട്ടോർ ആണ് അല്ലെ. സെൻസസ്, കണ്ണിന്റെ സെൻസ്, കൈ മോട്ടോർ എത്തിക്കുന്നത്. അപ്പൊ സെൻസറി മോട്ടോർ പ്ലേ ആണ്. സെൻസറി മോട്ടോർ പ്ലേ ആണ് എന്താ പറയേണ്ടത്, ശരിക്കും കുട്ടികളുടെ സെൻസസും മോട്ടോർ സ്കിൽസിനെയും ഒക്കെ ഫൈൻ ട്യൂൺ ചെയ്ത് ടച്ചിങ്, ഗ്രാസ്പിംഗ്, ഒരു ഓബ്ജക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുക, പസിൽ ഗെയിംസ് ഒക്കെ കൊടുത്താൽ അവർക്ക് അതിന്റെ പീസസ് കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കാനൊക്കെ കഴിയുന്നത്. അപ്പം ഈ ആക്ഷൻസ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്, സ്കില്ലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സിംബോളിക് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് മോർ അബൌട്ട് ഇമാജിനേഷൻ ആൻഡ് ഓബ്ജക്ട്സ് അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓബ്ജക്ട്സ് ശരിക്കും അവിടെ ഓബ്ജക്ട്സ് വിൽ റെപ്രസെന്റ് സംതിങ് എൽസ്.
അപ്പൊ അവിടെ എന്താ പറയേണ്ടത്, ഒരു 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 ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് അല്ല അവിടെ വരുന്നത്. ചിലപ്പം കുട്ടികള് ചെറിയൊരു തടിക്കഷ്ണം എടുത്തിട്ട് അതിനെ ഒരു കാറായിട്ട് ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ അത് ജസ്റ്റ് ഒരു നാടൻ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത്. ഓപ്ഷൻ സി, ഫിസിക്കൽ പ്ലേ. ഫിസിക്കൽ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് മോട്ടോർ സ്കിൽസ് ലൈക്ക് റണ്ണിങ്, ജമ്പിങ്, ഫൈൻ മോട്ടോർ സ്കിൽസ് അല്ല, ലാർജ് മോട്ടോർ സ്കിൽസ്. ആൻഡ് സ്ട്രക്ചേർഡ് പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈൻ മോട്ടോർ സ്കിൽസും വരാം, പക്ഷേ സ്ട്രക്ചേർഡ് പ്ലേയിൽ ഫൈനും വരാം, ലാർജും വരാം, സ്പെസിഫിക്കലി ഫൈൻ മോട്ടോർ സ്കിൽസിനല്ല. അപ്പോൾ ഇവിടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏത് വേണം എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഗ്രാസ്പിങ്ങും ഹാൻഡ് ഐ കോർഡിനേഷനും. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, സെൻസറി മോട്ടോർ പ്ലേ എന്നുള്ളതാണ്. Question number 21. Which of the following ideologies emphasizes individual rights and autonomy in social work? ഇൻഡിവിജ്വൽ റൈറ്റ്സും ഓട്ടോണമിയും. ഓട്ടോണമി എന്താണ്? ആ ഒരു അതും അഗൈൻ ഇറ്റ് ഓൾസോ പോയിന്റ്സ് ഔട്ട് ടു ഇൻഡിവിജ്വലിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ റാഡിക്കലിസം ആണോ, സോഷ്യലിസം ആണോ, ലിബറലിസം ആണോ, അതോ ഗാന്ധിയൻ ഐഡിയോളജിയാണ്? അപ്പൊ ഇവിടെ ശരിക്കും ലിബറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സൊസൈറ്റീസിന്റെ ട്രാൻസ്ഫർമേഷൻ നടത്തുക എന്നുള്ളതാണ്. ആ സ്ട്രക്ചറിൽ ചേഞ്ചസ് കൊണ്ടുവരിക, ഇൻഡിവിജ്വൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു കളക്റ്റീവ് ഓണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്, ഒരു കൂട്ടായ ഓണർഷിപ്പ്. ഓക്കെ, അപ്പൊ അവിടെ ഇക്വാളിറ്റി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളതാണ് സോഷ്യലിസം പറയുന്നത്. ഇൻഡിവിജ്വൽ ഓട്ടോണമിയിലല്ല സോഷ്യലിസത്തിന്റെ ഫോക്കസ്. ഇനി ഗാന്ധിയൻ ഐഡിയോളജി, ഇറ്റ് ഫോക്കസസ് ഓൺ സെൽഫ് റിലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി. പക്ഷെ പ്രധാനമായിട്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സിലല്ല അതിന്റെ ഫോക്കസും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ലിബറലിസം ആണ്. ലിബറലിസം. അപ്പം ലിബറലിസം ആണ് ആ ഒരു സോഷ്യൽ വർക്ക് വിച്ച് എംഫസൈസസ് ഇൻഡിവിജ്വൽ ഓട്ടോണമി, പേഴ്സണൽ ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ റൈറ്റ്സ് എന്നൊക്കെയുള്ളത്. അപ്പം ഇൻഡിവിജ്വൽസിന്റെ ഒരു എംപവർമെന്റ് ആണ് ഈ എന്താ പറയേണ്ടത് ലിബറലിസത്തില് ബേസിക്കലി അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്താകണം, അല്ലെ അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കണം അവരുടെ മൂല്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരവർക്കാണ് അത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, നമ്പർ 22. Which problem solving approach involves using a set of step-by-step procedure that guarantees a solution? Step-by-step procedure ആണ്, അത് ഒരു സൊല്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഏത് പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് അവിടെ വരുന്നത്? ഹ്യൂറിസ്റ്റിക് ആണോ, അൽഗോറിതം ആണോ, ട്രയൽ ആൻഡ് എറർ ആണോ, ഇൻസൈറ്റ് ആണോ? ഇവിടെ നമുക്ക് അറിയാം ഇതിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, അൽഗോറിതം. കാരണം ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ? അത് മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ്. ഇറ്റ് ഡസൻ ഗ്യാരണ്ടി എ സൊല്യൂഷൻ. അത് ഫാസ്റ്റ് ആയിട്ടൊരു സൊല്യൂഷനിൽ എത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ട്രയൽ ആൻഡ് എറർ നമ്മൾ നോക്കുമ്പോഴോ ശരിക്കും എക്സ്പെരിമെന്റേഷൻ ആണ്, അല്ലേ? അവിടെ സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധവും ഇല്ല. ഇനി ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻസൈറ്റ് ഒരു സഡൻ റിയലൈസേഷൻ ഓഫ് എ സൊല്യൂഷൻ, പെട്ടെന്ന് ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകുന്നു. അതും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല. അപ്പൊ ഇവിടെ അൽഗോറിതം എന്ന് പറയുന്നതാണ് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. എന്താ? ഒരു സൊല്യൂഷൻ ഇവിടെ ഉറപ്പ് വരുത്തുന്നു എന്നുള്ളതാണ്. ഈ അൽഗോറിതംസ് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയേണ്ടത്? വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ആൻഡ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. ആ ലെസൺ നിങ്ങൾ പോയി വാച്ച് ചെയ്തോളൂ. വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ആൻഡ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്. അപ്പൊ വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അൽഗോറിതം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്പർ 23. What is the defining feature of schizoaffective disorder? Schizoaffective disorderന്റെ എന്താ പറയേണ്ടത്? ഡിഫൈനിങ് ഫീച്ചർ എന്താണ്? സോ ഈ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്, schizoaffective disorder അതൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്, അല്ലേ? അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നു എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാകും, ഡില്യൂഷൻസ്,
ഹാലുസിനേഷൻസ് പോലെയൊക്കെയുള്ള സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മൂഡ് ഡിസോർഡർ സിംറ്റംസും ഇതിനകത്ത് കാണും. ഒരു പക്ഷേ ഡിപ്രഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ മാനിയ വരാം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് മേക്സ് ഇറ്റ് ഡിസ്റ്റിങ്ക്ട് ഫ്രോം ബോത്ത് സ്കിസോഫ്രീനിയ ആൻഡ് മൂഡ് ഡിസോർഡേഴ്സ്. കാരണം രണ്ടിന്റെയും എലിമെന്റ്സ് ഇതിനകത്തുണ്ട്. മൂഡ് ഡിസോർഡേഴ്സും വരുന്നുണ്ട്, സ്കിസോഫ്രീനിയയുടെ എലിമെന്റ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി, ഇറ്റ് കമ്പൈൻസ് സൈക്കോട്ടിക് സിംറ്റംസ് വിത്ത് മൂഡ് ഡിസോർഡർ സിംറ്റംസ്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. ഓപ്ഷൻ എ, ഇറ്റ് ഓൺലി ഇൻക്ലൂഡ്സ് സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ സ്കിസോഅഫക്റ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് മൂഡ് ഡിസോർഡേഴ്സും വരുന്നു, സൈക്കോട്ടിക് സിംറ്റംസും വരുന്നു. ജസ്റ്റ് സൈക്കോസിസ് മാത്രമല്ല അതിനകത്ത് വരുന്നത്. ആൻഡ് ഓപ്ഷൻ സി, ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു ഹാലുസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഹാലുസിനേഷൻസും ഡെലൂഷൻസും സൈക്കോട്ടിക് സിംറ്റംസിന്റെ ഭാഗം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു 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 മൂഡിന്റെ, മനുഷ്യന്റെ മൂഡ് ഉണ്ടല്ലോ, ആ മൂഡിന്റെ കമ്പോണന്റ് ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല ഹാലുസിനേഷൻസും ഡെലൂഷൻസും എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇറ്റ് ലിമിറ്റഡ് ടു ഹാലുസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസ് എന്നാ പറയുന്നത്. പക്ഷെ അതല്ലല്ലോ അതിന്റെ ആൻസർ. ഇറ്റ് ഇസ് മോർ ദാൻ ദാറ്റ് അല്ലേ? ആൻഡ് ആങ്സൈറ്റി ആൻഡ് മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി ഒരു പ്രൈമറി സിംറ്റം അല്ല സ്കിസോഅഫക്റ്റീവ് ഡിസോർഡർ. ആൻഡ് നമ്പർ 24. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി റൈറ്റ് ആണ്. നമ്പർ 24. Which of the following is a hallmark symptom of bipolar disorder? ബൈപോളാർ ഡിസോർഡറിന്റെ പ്രധാന സിംറ്റം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബൈപോളാർ സിംറ്റം എന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് എന്താണ്? there will be an alternating episodes of mania. അപ്പൊ മാനിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ മൂഡ് ഭയങ്കര എലിവേറ്റഡ് ആയിരിക്കാം, ഹൈ എനർജി ആകാം, വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യും. മറ്റ് ചില സിറ്റുവേഷനിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വളരെ ലോ മൂഡായിട്ടിരിക്കും, ഒട്ടും എനർജി ഉണ്ടാവത്തില്ല, ഇപ്പോ ജീവിതത്തിൽ ആകെ ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോ ഈ മൂഡ് സ്വിങ്സ് ആണ് ശരിക്കും എന്താ പറയേണ്ടത്, ബൈപോളാർ ഡിസോർഡറിന്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്. അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റിംഗ് എപ്പിസോഡ്സ്, മാനിയ ഒന്നുകിൽ വളരെ ഹൈ, അല്ലെങ്കിൽ അപ്പൊ രണ്ട് പോൾസിൽ നിൽക്കുന്ന അല്ലേ, അതാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നോർമൽ ലിവിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ, മാനിയ ആൻഡ് ഡിപ്രഷൻ, ഇതാണ് അതിന്റെ ഒരു ഹോൾമാർക്ക് സിംറ്റം എന്ന് പറയുന്നത്. അപ്പം ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് വിത്തൗട്ട് മൂഡ് ചേഞ്ചസ്. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകും. അതുകൊണ്ടാണ് റിസ്കി ബിഹേവിയർ അവിടെ വരും എന്ന് പറയുന്നത്. ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകും. ആ ഒരു 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 എന്താ പറയേണ്ടത്, ആ ഒരു മാനിയ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു മാനിക് ഫേസസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാകും. പക്ഷേ മൂഡ് ചേഞ്ചസുമായിട്ട് അക്കമ്പനീഡ് അല്ല. ഇനി ഹാലുസിനേഷൻസ് മാത്രമാണ് ഓപ്ഷൻ സിയിൽ ശരിക്കും അവിടെ പറയുന്നത്. ഹാലുസിനേഷൻസ് ഒരു പക്ഷെ നടക്കാം, പക്ഷേ ഹാലുസിനേഷൻ സംഭവിക്കാം. ഓക്കെ, ബൈപോളാർ ഡിസോർഡറിൽ. പക്ഷെ അതല്ല അതിന്റെ ഹോൾമാർക്ക് സിംറ്റം. അതിന്റെ പ്രധാന സിംറ്റം എന്ന് പറയുന്നത് ഈ മാനിയ ആൻഡ് ഡിപ്രഷൻ ആണ്. ഭയങ്കര ഹൈ ആകുന്ന, ഭയങ്കര ലോ ആകുന്ന, അതാണ് പെർസിസ്റ്റന്റ് ലോ ഗ്രേഡ് ഡിപ്രഷൻ. അപ്പൊ ഇവിടെ ഒരു ഭാഗം മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ, ഈ ഓപ്ഷൻ ഡിയിൽ. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും നമ്മുടെ റൈറ്റ് ആൻസർ അല്ല. സോ ഓപ്ഷൻ എ, മാനിയ ആൻഡ് ഡിപ്രഷൻ, ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. Now let's look at number 25. 25 is which stage in prenatal development is characterized by the formation of major organs and structures? പ്രീനേറ്റൽ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ ഇവിടെ പറയുന്നത് ഏത് സ്റ്റേജിലാണ് ആ ഒരു മേജർ ഓർഗൻസും സ്ട്രക്ചേഴ്സും ഫോം ചെയ്യുന്നത്? ഐ തിങ്ക് ഇതായിരുന്നു ആ ചോദ്യ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജെർമിനൽ സ്റ്റേജ് ഉണ്ട്, എംബ്രിയോണിക് സ്റ്റേജ് ഉണ്ട്, ഫീറ്റൽ സ്റ്റേജ് ഉണ്ട്, നിയോനേറ്റൽ സ്റ്റേജ് ഉണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എംബ്രിയോണിക് സ്റ്റേജ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പം എംബ്രിയോണിക് സ്റ്റേജ് എപ്പോഴും മുതലാണ്? സെക്കൻഡ് വീക്ക് മുതൽ 8th വീക്ക് ഓഫ് പ്രഗ്നൻസി വരെയാണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സമയത്താണ് പ്രധാനപ്പെട്ട ഓർഗൻസും ശരീരത്തിന്റെ സ്ട്രക്ചേഴ്സും രൂപപ്പെടാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഈ സമയത്താണ് ഹൃദയം, ബ്രെയിൻ,
സ്പൈനൽ കോഡ് ഇതൊക്കെ രൂപപ്പെട്ട് വരുന്നത്. സോ ദിസ് പീരിയഡ് ഇസ് ക്രൂഷ്യൽ ഫോർ ഡെവലപ്മെന്റ് അല്ലേ. ആൻഡ് ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ നടക്കുകയാണെങ്കിൽ അത് ആ ഒരു ഫീറ്റസിന് ഒരു ലോങ് ടേം നെഗറ്റീവ് എഫക്റ്റ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇനി ജെർമിനൽ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ് ഇൻ ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു സ്റ്റേജിൽ സെൽ ഡിവിഷനിലാണ് ശരിക്കും ആ ഒരു ഫോക്കസ്. ആൻഡ് ആ യൂട്രസ് വാളിൽ ഇംപ്ലാന്റ് ആവുകയും വേണം അല്ലെ. ഇനി ഓപ്ഷൻ സി ഫീറ്റൽ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഫീറ്റൽ സ്റ്റേജ് ശരിക്കും തുടങ്ങുന്നത് ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിന് ശേഷമാണ്. ആൻഡ് ആ ഒരു ഫീറ്റൽ സ്റ്റേജിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് മെച്യൂറേഷൻ ഓഫ് ഓൾറെഡി ഫോംഡ് ഓർഗൻസ്. ഓൾറെഡി ഫോം ആയ ഓർഗൻസ് പിന്നെ അത് വളർന്ന് മെച്യൂർ ആകുന്നതാണ്. ആൻഡ് നിയോനേറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ് ദ പീരിയഡ് ആഫ്റ്റർ ബർത്ത് അല്ലേ. അപ്പോ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് അല്ല, പ്രീനേറ്റൽ, നിയോ ആഫ്റ്റർ ബർത്ത് ആണ് നിയോനേറ്റൽ പീരിയഡ്. ഓക്കെ, സോ എംബ്രിയോണിക് സ്റ്റേജ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഈ ഒരു ചോദ്യത്തിന്. അപ്പൊ ഇതായിരുന്നു ടോപ്പ് ഇൻകറക്റ്റ് 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൊത്തം 10 മോഡൽ എക്സാംസ് ഉണ്ട്. ഓരോ മോഡൽ എക്സാമിനും ഞാൻ ഇതേപോലെ ടോപ്പ് 25 അല്ലെങ്കിൽ ടോപ്പ് 30, ഇനി കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ പേര്, അതായത് ഒരു 50-60% കൂടുതൽ ആൾക്കാർക്ക് തെറ്റിപ്പോകുന്നതെല്ലാം ടോപ്പ് കാറ്റഗറിയിൽ വരേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടി വന്നാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഇനി അങ്ങോട്ട് എക്സാം ടൈം വരെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. So thank you very much for watching and you have a great day ahead. Wish you all the very best with your preparation. Thank you very much.